നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ദുരവസ്ഥയ്ക്കുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാവുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തം. വിമർശനങ്ങളെ ഒന്നും തന്നെ ഏറ്റുവാങ്ങാൻ ധൈര്യമില്ലാതെ ഓരോ പ്രാവശ്യവും പുതിയ ന്യായീകരണവുമായി പൊതുസമൂഹത്തിലേക്ക് വരുന്ന ആരോഗ്യമന്ത്രിയും സർക്കാരും ഒരു ജീവൻ നഷ്ടപ്പെട്ട വിലയ്ക്ക് എന്ത് ന്യായീകരണമാകും നൽകുക എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിൽ തന്നെ കാണേണ്ട കാഴ്ചയാണ്. പതിവ് പോലെ ന്യായീകരണ ക്യാപ്സൂളുകൾ തന്നെയാകും ഇക്കാര്യത്തിലും ഉണ്ടാകുക എന്നുള്ളതിൽ സംശയമില്ല. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആരോഗ്യ കേരളത്തിൽ മനുഷ്യജീവന് പുല്ലുവിലയോ? ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കി എത്ര നാളിങ്ങനെ കാലം കഴിക്കും? ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥികൾ BJPയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ AG ജോർജ്, ഒപ്പം സാമൂഹ്യ പ്രവർത്തകനായ MK ഹരിദാസ് എന്നിവരാണ്. അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ശ്രീ AG ജോർജിലേക്ക്. ശ്രീ AG ജോർജ്, ഈ കൊലപാതകത്തിന്റെ രക്തക്കറ പരിപൂർണമായും ആരോഗ്യവകുപ്പിന്റെ കൈകളിലും സർക്കാരിന്റെ കൈകളിലും തന്നെയല്ലേ പതിഞ്ഞിട്ടുള്ളത്? രോഹിണി, അത്യന്തം ദാരുണമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നാം ഈ ചർച്ച ഇന്നിവിടെ നടത്തുന്നത്. കേരള മനസാക്ഷിയെ ആകെ അക്ഷരികമായി ഞെട്ടിപ്പിച്ച ഒരു സംഭവം ആണ് എന്ന് തന്നെ പറയാം. അകാലത്തിൽ മരണമടഞ്ഞ തലയോലപ്പറമ്പിലെ ഒരു വീട്ടമ്മയായ ശ്രീമതി ബിന്ദുവിന്റെ ഓർമ്മയുടെ മുൻപിൽ ഞാൻ ആത്മാർത്ഥമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നു. എന്തൊരു സങ്കടകരമായ ഒരു സംഭവമാണ് ഇന്ന് രാവിലെ 10:30 മണിക്ക് കേരളത്തിലെ പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ആകെ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഇന്ന് കേരളത്തിന്റെ ഒരറ്റം മുതൽ തെക്കേ അറ്റം വരെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വൈകാരികമായ പ്രതിഷേധ പ്രകടനങ്ങൾ. രാഷ്ട്രീയത്തിന് അതീതമായി ആ പ്രകടനങ്ങളെ കാണണം എന്നാണ് എനിക്ക് വിനീതമായി തുടക്കത്തിൽ പറയാനായിട്ടുള്ളത്. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരോഗ്യ മേഖലയിൽ ഇത്രയും കെടുകാര്യസ്ഥത, ഭരണത്തിൽ യാതൊരു തരത്തിലും കാര്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് പോകാനുള്ള പാടവമില്ലായ്മ, ഒരു കാര്യത്തിലും ഉത്തരവാദിത്തം ഏൽക്കുവാനുള്ള ധാർമ്മികമായിട്ടുള്ള ധൈര്യം പോലും ഇല്ലാത്ത അവസ്ഥ, മേലധികാരികളുടെ മുൻപിൽ പോലും വേണ്ട രീതിയിൽ പരാതികൾ എത്തുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നതിലുള്ള അനവസരമായിട്ടുള്ള വീഴ്ചകൾ, ഇതുകൊണ്ടൊക്കെ തകർന്ന് തരിപ്പണമായ ഒരു ആരോഗ്യ മേഖല ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന ഒരു സ്ഥിരം പ്രയോഗത്തിലാണ് പലപ്പോഴും രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തിന്റെ വാഴ്ത്തുപാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വാഴ്ത്തുപാട്ടുകാരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആരോഗ്യ മേഖല കേരളത്തിൽ ആകമാനം കുട്ടിച്ചോറായിരിക്കുന്നത് എന്ന സംഭവങ്ങളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ച ആ ഒരു ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലം വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിനോടകം തന്നെ കേരളത്തിലെ പൊതുസമൂഹം അത് ഏതാണ്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇപ്പോൾ നേരത്തെ രോഹിണി തന്നെ സൂചിപ്പിച്ചതുപോലെ ഓരോ ന്യായീകരണങ്ങൾ പുതിയതായി കണ്ടെത്താനായി ഭരണകക്ഷികളും അവരോട് ഒട്ടി നിൽക്കുന്നതായിട്ടുള്ള ആളുകളും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ പറയുന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിക്കും ആകെയുള്ള ഭരണ സംവിധാനത്തിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല എന്നതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. യഥായോഗ്യം കാര്യങ്ങൾ നിവർത്തിക്കുവാനുള്ള പ്രാഗൽഭ്യമില്ലായ്മയാണ് ഇതിൻ്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള കാരണം. ഇവിടെ നമ്മൾ കാണേണ്ടത് അവിടെയുള്ള ഈ ഒരു കെട്ടിടത്തെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള വിശദീകരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കെട്ടിടം ഒഴിഞ്ഞ കെട്ടിടമായിരുന്നു, അവിടെ ആരും ഉപയോഗിക്കുന്ന കെട്ടിടമല്ല, അത് പൊളിച്ചു കളയാനായി വെച്ചതാണ്, അവിടെ കാര്യമായിട്ടുള്ള ആളുകൾ പ്രവേശിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന ന്യായീകരണമാണ് ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടെ ചെന്നതായിട്ടുള്ള ആരോഗ്യമന്ത്രി നടത്തിയത്. ഒരു കാര്യം രോഹിണി ഓർക്കണം, ഈ ആരോഗ്യമന്ത്രി അവിടെ ഒന്നും കാര്യമായി സംഭവിച്ചില്ല,
ഗൗരവമുള്ള അപകടമൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോഴും ആ തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളുടെ ഇടയിൽ ഒരു പാവപ്പെട്ട വീട്ടമ്മ ശ്വാസം കിട്ടാതെ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴും പറയുന്നത് എന്താണ് ആരോഗ്യമന്ത്രി? ആ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അതാരും ഉപയോഗിക്കുന്നില്ല, അവിടെ പ്രവേശിക്കുന്നില്ല. ആ കെട്ടിടത്തിനകത്തുള്ള ഒരു ശുചിമുറിയിൽ കുളിക്കാൻ കയറിയതായിട്ടുള്ള അവിടെ ഒരു ഓപ്പറേഷന് വിധേയനായ ഒരു മകളെ ശുശ്രൂഷിക്കാനായി ബൈസ്റ്റാൻഡറായി വന്ന ഒരു പാവപ്പെട്ട വീട്ടമ്മയാണ് 54 വയസ്സുകാരിയായ ബിന്ദു എന്ന തലയോലപ്പറമ്പ് സ്വദേശിനി ഇന്ന് ഈ തരത്തിൽ ദാരുണമായ അന്ത്യത്തിന് വിധേയമായത്. അപ്പോൾ നോക്കണം, അവിടെ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഗതിവേഗം പോലും കുറയത്തക്ക രീതിയിലുള്ള പ്രഖ്യാപനമാണ് മുഖം രക്ഷിക്കാനായി ആരോഗ്യമന്ത്രി നടത്തിയത് എന്നത് എത്ര അപലപനീയമായ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എത്ര മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ്. അവിടെ നടന്നതായ സംഭവങ്ങളുടെ ഗൗരവത്തെ കുറിച്ച് കാണിച്ചപ്പോൾ സ്വാഭാവികമായി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ അല്പം കാലതാമസം ഉണ്ടാക്കി. ഒന്നുകൂടെ കാണണം, അവിടെ ഈ സംഭവം നടന്നതിന് ശേഷം 2.5 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. ആരംഭിക്കുമ്പോഴാണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രി അവിടെ ചെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, 1-2 പേർക്ക് എന്തോ പോറലുണ്ടായിട്ടേ ഉള്ളൂ, സാരമായ പരിക്കുകളില്ല എന്നൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ വാക്കുകൾ ഇപ്പോഴും നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ആക്കം കുറയ്ക്കുക ആണ് യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി അവിടെ ചെയ്തത്. അതിനുശേഷം മന്ത്രിസഭയിലെ മറ്റൊരംഗമായ കോട്ടയം സ്വദേശിയായ ശ്രീ VN വാസവൻ പറഞ്ഞതും ഇത് തന്നെ ആവർത്തനമായിരുന്നു. അദ്ദേഹം വളരെ ഉദാസീനമായാണ് പറഞ്ഞത്, ആ കെട്ടിടം ആരും ഉപയോഗിക്കുന്നതല്ല, അവിടെ ഈ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ പറഞ്ഞ ഒരു രണ്ടാമത്തെ മന്ത്രിയാണ് ഈ VN വാസവൻ എന്ന് പറയുന്ന കോട്ടയത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി. അപ്പോൾ നോക്കണം, അവിടെ ആകമാനമായി നടന്ന രക്ഷാപ്രവർത്തനങ്ങളെ പോലും പുറകോട്ടടിക്കുന്ന രീതിയിലായിരുന്നു ഈ 2 മന്ത്രിമാർ കാര്യങ്ങൾ ഒന്നുകിൽ അറിയാതെ അല്ലെങ്കിൽ ബോധപൂർവം കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിന്ന് മറച്ചുവെക്കാൻ. ഇവിടെ മന്ത്രിമാർ പരസ്പരം മത്സരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ ദുരന്ത മുഖത്ത് നിന്ന് പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗിക്കുന്നതായിരുന്നില്ല, അവിടെ ആരും അകപ്പെട്ടിട്ടില്ല, 2 സ്ത്രീകൾ ഈ അപകടത്തിൽപ്പെട്ടവരെ വളരെ നിസ്സാര പരിക്കുകളോടെ പുറത്തെത്തിച്ചു, മറ്റപകടങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇങ്ങനെ മാറി മാറി തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ആരോടാണ് യഥാർത്ഥത്തിൽ കരുതൽ എന്നുള്ളത് ആ മണിക്കൂറിൽ വ്യക്തമായി. അതല്ലാതെ അതിനുള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ, എത്ര പേർ അതിനുള്ളിൽ കയറിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനോ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനോ അവർ ശ്രമിച്ചതേയില്ല. അതിനു പകരം ഇത് ഉപയോഗശൂന്യമായി കിടന്നതാണ് എന്ന് പല ആവർത്തി പറഞ്ഞുകൊണ്ട് അവർ വളരെ ഇന്നോസെന്റ് ആണ് ഈ കാര്യത്തിൽ എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമാണ് ഇവർ 2 പേരും പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയത്. അതുതന്നെയല്ലേ അങ്ങേയറ്റം ഗുരുതരമായ ഒരു വിശേഷണം ഇവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഒരു പക്ഷേ അല്പം കൂടി ഈ വിഷയത്തെ ഗൗരവമായി എടുത്ത് വളരെ പെട്ടെന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യജീവനെ അവിടെ രക്ഷിക്കാമായിരുന്നു. കാരണം 2.5 മണിക്കൂർ ആ കെട്ടിടക്കൂനകൾക്കിടയിൽ കിടന്ന് ശ്വാസം മുട്ടി ഇഞ്ചിഞ്ചായി ആ പാവപ്പെട്ട വീട്ടമ്മ മരിക്കില്ലായിരുന്നു. അപ്പോൾ മന്ത്രിമാർ അവിടെ വന്ന് വിളമ്പിയത് ന്യായീകരണവും അവരുടെ ഇമേജും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രോഹിണി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. നമ്മൾ കണ്ടതല്ലേ അവർ മാധ്യമങ്ങളോട് നടത്തിയതായിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ അവരെത്ര ഉദാസീനമായിട്ടാണ് പെരുമാറിയത് എന്ന് നമ്മളെല്ലാം കണ്ടല്ലോ. തുടക്കത്തിൽ പറഞ്ഞ പോലെ 2 മന്ത്രിമാരും പരസ്പരം മത്സരിക്കുകയായിരുന്നു ന്യായീകരിക്കുന്നതിന് വേണ്ടി. അതല്ലേ പറഞ്ഞു, ഒരു മന്ത്രി പറഞ്ഞു അവിടെ ആരും ഉപയോഗിക്കുന്നില്ല, അത് വേസ്റ്റ് ഇടുന്ന സ്ഥലമായിരുന്നു. മറ്റൊരു മന്ത്രി പറഞ്ഞു അവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല, 1-2 ആളുകൾക്ക് നിസാരമായ പരിക്കുകളേ ഉള്ളൂ എന്ന് പറയുമ്പോഴും രോഹിണി സൂചിപ്പിച്ചതുപോലെ ശ്വാസം ലഭിക്കാതെ ഒരു വീട്ടമ്മ ആ അവശിഷ്ടങ്ങളുടെ അടിയിൽ കിടന്നുകൊണ്ട് നെടുവീർപ്പിടുകയായിരുന്നു എന്ന് പറയുന്നത് എത്ര ഹൃദയഭേദകമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഒരാളിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ മുഖം മിനുക്കുന്നതിനായിട്ടുള്ള ഈ തരം പ്രസ്താവനകൾ നടത്തുകയും ആളുകളെ വഴിതിരിച്ചു വിടുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്നത് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. രോഹിണി, ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിച്ചത്?
ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ആ സംഭവം നടന്ന സ്ഥലം സന്ദർശിക്കുന്നതായി നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് കാണുവാനിടയായി. അദ്ദേഹം അവിടെ 5 നിമിഷം 5 മിനിറ്റ് ആണ് അവിടെ ചെലവഴിച്ചത്. ആ 5 മിനിറ്റ് ചെലവഴിച്ചപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോടോ അവിടുത്തെ ജീവനക്കാരോടോ അവിടെ രോഗികളായി കിടക്കുന്ന പേരിനെങ്കിലും 1-2 ആളുകളോടോ ഏതെങ്കിലും തരത്തിൽ ഒരു വാക്ക് പോലും ഉച്ചരിക്കാതെ വന്നതിനേക്കാൾ വേഗത്തിൽ മടങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ നാം എല്ലാവരും കണ്ടത്? അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 മന്ത്രിമാരല്ലേ രോഹിണി പറഞ്ഞതുപോലെ അല്പം മുമ്പ് നടത്തിയ ന്യായീകരണങ്ങൾ? ഇത്രയും മനുഷ്യത്വരഹിതമായി ഒരു മന്ത്രിക്കോ ഒരു മുഖ്യമന്ത്രിക്കോ എങ്ങനെ പെരുമാറാൻ കഴിയും എന്നുള്ളത് നമ്മെ ആകെ അത്ഭുതപ്പെടുത്തുന്നതാണ് രോഹിണി, എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ആവർത്തിക്കട്ടെ, ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സർക്കാർ ആശുപത്രികളിൽ അഭയം തേടുന്ന ആളുകളുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. 5 നക്ഷത്ര ആശുപത്രികളിൽ പോകാൻ കഴിവില്ലാത്തവരാണ് സാധാരണപ്പെട്ട ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ അഭയം തേടുന്നത് എന്നത് പരമമായ യാഥാർത്ഥ്യമാണ്. ഒന്നോർക്കണം, ഈ മരിച്ചുപോയ ആ വീട്ടമ്മയുടെ മകൾ അവിടെ സർജറിക്ക് വിധേയമായി അവിടെ കിടക്കയിൽ കിടക്കുകയാണ്. അമ്മ കുളിക്കാൻ പോയി കാണാതെ വന്നപ്പോൾ ഈ പറയുന്ന മകൾ വിളിക്കുന്നു ടെലിഫോണിൽ. അപ്പോൾ അടുത്ത് നിൽക്കുന്നവരോട് പറയുകയാണ്, അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തൊരു ദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മുടെ മുൻപിൽ തെളിയുന്നത്. ആ അമ്മ അപ്പോൾ ആ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ട് ശ്വാസം എടുക്കുകയായിരുന്നു. അത് അന്ത്യശ്വാസമായി തീർന്നപ്പോഴാണ് കഥ ഒരു വട്ടത്തിൽ അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയതായിട്ടുള്ള മന്ത്രിമാർ അവിടെ ഏതെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതിനാണോ ശ്രമിച്ചത്? മറിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുവന്നപ്പോൾ അതിന്റെ ആക്കം കുറയ്ക്കുന്നതിനാണോ ശ്രമിച്ചത്? ഇവർ മനുഷ്യരാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഒരു നിമിഷം പോലും ഇവർ തീർച്ചയായും ശ്രീ എ ജെ ജോർജ് അത് തന്നെയാണ്. അതായത് ഒരാഴ്ചയ്ക്ക് മുൻപ് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ആ പ്രസ്താവന വന്നപ്പോൾ പൊതുസമൂഹം മുഴുവൻ അദ്ദേഹത്തോട് ഒപ്പം നിന്നപ്പോൾ ന്യായീകരണങ്ങൾക്കൊന്നും ഇടമില്ല എന്ന് മനസ്സിലാക്കിയ ആരോഗ്യമന്ത്രി ഹാരിസ് വളരെ സമർത്ഥനായ ജനുവിനായ ഡോക്ടറാണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂടെ ഹാരിസ് ഡോക്ടറുടെ വാക്കുകൾ കൂടി കടമെടുത്തുകൊണ്ട് അവർ പറഞ്ഞു, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന രോഗികൾ അത് നമ്മുടെ അച്ഛനോ അമ്മയോ ലൈഫ് പാർട്ട്ണറോ മകളോ മകനോ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അവരോട് ആത്മാർത്ഥതയോടുകൂടി പെരുമാറാൻ കഴിയും എന്നുള്ളത്. ഒരു വീട്ടമ്മ ദരിദ്രരിലും ദരിദ്രരായി അല്ലെങ്കിൽ സാധാരണക്കാരിലും സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് കെട്ടിട പരിസരത്ത് കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ചപ്പോൾ അവർ ആരോഗ്യമന്ത്രി അവരുടെ വീട്ടിലുള്ള ആരുമായിട്ടാണ് താരതമ്യം ചെയ്തത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ശ്രീ എം ജയചന്ദ്രൻ, കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊലിഞ്ഞ ജീവന് ആരാണ് ഉത്തരവാദി? ആ രക്തക്കറ ആരുടെ മേലാണ് പതിഞ്ഞിരിക്കുന്നത്? അല്പമെങ്കിലും ധാർമ്മികമായി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിൻ്റെ അത്തരം സംഭവത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരുപക്ഷെ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകാനുള്ള മര്യാദയെങ്കിലും ആരോഗ്യമന്ത്രി കാണിക്കും എന്ന് കരുതാമോ? ഈ ഇന്നത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ ദുരന്തത്തിൽപ്പെട്ട് ജീവൻ വെടിയേണ്ടി വന്ന ബിന്ദു എന്ന നിസ്സഹായ വീട്ടമ്മയുടെ മരണത്തിൽ ഞാൻ ചരമാഞ്ജലി അർപ്പിക്കുന്നു. ആദ്യം തന്നെ രോഹിണിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഇത് അത്യന്തം ദാരുണമായ എന്ന് മാത്രമല്ല ഹൃദയഭേദകമായ ദുരന്തം തന്നെയാണ്. അത്തരം ഒരു ദുരന്തം ഒരിടത്തും സംഭവിക്കാൻ പാടില്ല എന്ന് ആരും ആഗ്രഹിക്കൂ. ഞാനും നിശ്ചയമായും ആ ദുരന്തം അങ്ങേയറ്റം, ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, അങ്ങേയറ്റം ഹൃദയഭേദകമായി തന്നെയാണ് അതിനെ ഞാനും ഉൾക്കൊള്ളുന്നത്. അത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ പിന്നാലെ ഇനി ജില്ലാ കളക്ടറാണ് അക്കാര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആൾ. അദ്ദേഹം അത് നാളെ തന്നെ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് കൊടുക്കട്ടെ. കൊടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ പ്രശ്നം നമ്മളൊന്ന് അന്വേഷിക്കുമ്പോൾ, അതറിയാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു പ്രശ്നം, ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം, ഈ സേഫ്റ്റി പ്രയോറിറ്റി, സുരക്ഷാ മുൻഗണനയിൽ ഒരു കാര്യമായ വീഴ്ച ഉണ്ടായതായിട്ടാണ് എൻ്റെ ഒരു ബോധ്യത്തിലേക്ക് കാര്യങ്ങൾ അവിടെ വന്നത്. കാരണം നാളെ 6 വാർഡുകളുടെ പണി തീർത്തു,
അവിടേക്ക് ആൾക്കാർ 6 വാർഡും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു പുതിയ ബിൽഡിങ്ങിലേക്ക്. അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അറിഞ്ഞിടത്തോളം. ഏതായാലും അവിടുത്തെ എത്രയാണ് 70 പേരാണ് ഒരു വാർഡിലുള്ളത്. 742 420 പേര് നാളെ അങ്ങോട്ട് മാറ്റുകയാണ് രാവിലെ. അപ്പോൾ പ്രയോറിറ്റി അതിനായി പോയി എന്നുള്ളൊരു പ്രശ്നം അവിടെ പ്രധാനമായിട്ട് വന്നതായിട്ടും എൻ്റെ ഒരു ധാരണയിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രയോറിറ്റി ലാപ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രയോറിറ്റി അവഗണിക്കപ്പെട്ട ഒരു ഒരു സാഹചര്യം നിശ്ചയമായും കളക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതന്വേഷിക്കട്ടെ. പിന്നെ നടപടി നിശ്ചയമായും ഉണ്ടാവണം. അത് മുൻകൂട്ടി എന്ത് നടപടി എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഇതിൻ്റെ പിന്നെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീണ ജോർജ് രാജിവെക്കുമെന്നാണ് താങ്കൾ ഡയറക്റ്റായിട്ട് ഉന്നയിച്ച ചോദ്യം. രോഹിണി, അത് പറയുമ്പോൾ ഇപ്പോൾ പ്രൊഫസർ എ ജി ജോർജ് പറഞ്ഞ വികാര വിക്ഷോഭത്തോട് ഞാനും വിയോജിക്കില്ല. കാരണം പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനെ നിശ്ചിതമായി വിമർശിക്കുക എന്നുള്ളത്. അദ്ദേഹം വെറുതെ വിമർശിക്കുകയല്ല ചെയ്തത്, കാര്യകാരണ സഹിതം അത് എങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം വൈകാരികമായി എങ്ങനെയാണ് അത് ഉൾക്കൊള്ളുന്നത്, അതൊക്കെ ചേർത്താണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ താങ്കൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ രീതിയിൽ അങ്ങനെ ചോദിച്ചതിലാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. കാരണം ഈ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ പിന്നെ വീണ ജോർജ് രാജിവെക്കണം, ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന താങ്കൾ ഒരു ചെറിയ ഒരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ നമ്മുടെ എയർക്രാഫ്റ്റ് ദുരന്തത്തിൽ അഹമ്മദാബാദിൽ വിജയ് രൂപാണി മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ മരിച്ച ദുരന്തമാണെന്ന് ഓർക്കണം. ഒരാളും പറഞ്ഞില്ലല്ലോ ഏവിയേഷൻ മിനിസ്റ്റർ രാജിവെക്കണമെന്ന്. താങ്കളെപ്പോലുള്ളവർ എന്താണ് അതിനുവേണ്ടി ആവശ്യപ്പെടാതിരുന്നത്? എന്താണ്? അതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ എനിക്കൊന്ന് പറയാനുള്ള അവസരം തരും, എന്നിട്ട് താങ്കൾ ചോദിച്ചോളൂ. പരാമർശം വന്നത് കേരളത്തിൽ എന്തുമാത്രം വീഴ്ചകളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീ പിടിച്ചിട്ട് അതിന്റെ കാരണം ഇപ്പോഴും ആ റിപ്പോർട്ടിലില്ല. അതുമായിട്ടാണോ ഇത്തരം താരതമ്യങ്ങളൊക്കെ നടത്തുന്നത്? ഒരു ജീവൻ ആ കെട്ടിടത്തിനിടയിൽ പൊലിഞ്ഞു കിടക്കുമ്പോഴാണ് പുറത്തു വന്ന് ആ കെട്ടിടം ഉപയോഗശൂന്യമായിരുന്നുവെന്നും അതിനുള്ളിൽ ആരുമില്ല എന്നുള്ള മുൻവിധിയോടുകൂടിയുള്ള പ്രഖ്യാപനം നടത്തുന്നത്. അത് ആ സുരക്ഷാ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനങ്ങളെ എത്രമാത്രം പിന്നോട്ടടിച്ചു. താങ്കൾ പറഞ്ഞു സേഫ്റ്റി പ്രയോറിറ്റി എന്ന്. എന്ത് സേഫ്റ്റി പ്രയോറിറ്റി? 66 വർഷം പഴക്കമുള്ള കെട്ടിടം 2016 പുതുക്കി നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചു. 577 കോടി കിഫ്ബി അനുവദിച്ചു. ഇതൊക്കെ നിൽക്കുമ്പോൾ തലേ ദിവസത്തെ ഒരു സേഫ്റ്റി പ്രയോറിറ്റിയാണോ വേണ്ടത്? ആ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ആ കെട്ടിടത്തിന് ചുറ്റും ഒരു നോ എൻട്രി റിബൺ ഒന്ന് വലിച്ചു കെട്ടിയിരുന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലും അകത്ത് കടക്കില്ലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുത്ത് ഒരു ജീവൻ പൊലിഞ്ഞപ്പോൾ അതെങ്ങനെയോ അവർ അവിടെ കയറി കൂടിയതാണ് എന്നുള്ള ന്യായീകരണമാണോ വരുത്തി തീർക്കുന്നത്? വിഷമം കൊണ്ട് ചോദിച്ചു പോയതാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്ക് എടുക്കാൻ കഴിയില്ല എന്ന്. കാരണം എന്തുമാത്രം സാധാരണക്കാരായ ഒരു കുടുംബമാണ്. ഒരു മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് എത്ര സാധാരണക്കാരാണെന്നുള്ളത് അങ്ങേക്കും എനിക്കും അറിയാം. ആ വിഷമത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്ക് എടുക്കാൻ കഴിയില്ലേ എന്നുള്ളത്. കാരണം ഈ കപ്പലാടില്ല, ക്യാപ്റ്റൻ ഉണ്ട് കപ്പലിന്, ഒരിക്കലും ഇത് ചാഞ്ചാടില്ല, മുങ്ങിപ്പോകില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ 1/4 മിടുക്കുമതിയല്ലോ ഈ ആരോഗ്യ വകുപ്പൊന്ന് അല്പം കൂടി മെച്ചപ്പെടുത്താൻ. അല്ലത് അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ കഴിയില്ല രോഹിണി. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് സ്വാഭാവികമായി ഉത്തരം പറയാൻ ഈ ചർച്ചയിൽ പറയാനുള്ള ഒരു മിനിമം അവസരം എനിക്ക് വേണ്ടേ? ഞാനതല്ലേ പറഞ്ഞുള്ളൂ. ആ ഉത്തരമാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതിനുശേഷം വന്ന ഈ സബ് ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരമല്ല. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ആ ചോദ്യത്തിലേക്ക് തന്നെ വരണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്തെ ഈ സംഭവിച്ച ദുരന്തത്തിൻ്റെ ആഘാതത്തെ ചെറുതാക്കി കാണുന്ന ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഈ ചർച്ചയിൽ? പറയുകയുമില്ല. അത് എത്രത്തോളം അതിൻ്റെ ആ ഗ്രാവിറ്റി ഉണ്ട്, അതിൻ്റെ വേദനയുണ്ട് എന്ന് മനസ്സിലാകാത്ത ഒരു യന്ത്രമൊന്നുമല്ലല്ലോ ഞാനും, താങ്കളെ പോലെ തന്നെ. അതൊക്കെ മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന താരതമ്യങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ പരിഹാരം വീണ ജോർജിന് രാജിയാണെന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത് ലോകം മുഴുവൻ ശ്രദ്ധിച്ച എയർ ക്രാഷ്. അത് താരതമ്യപ്പെടുത്താൻ എനിക്കൊരാഗ്രഹവുമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് താങ്കൾ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ കൊല്ലത്ത് ഉണ്ടായ പെരുമൺ ദുരന്തം ഏത് റെയിൽവേ മന്ത്രിയാണ് അന്ന് രാജിവെച്ചത്? കോൺഗ്രസ് സഹയാത്രികനായ പ്രൊഫസറോട് ഇരിക്കുന്നുണ്ടല്ലോ. ഏത് റെയിൽവേ മന്ത്രി അന്ന് രാജിവെച്ചു? പണ്ടൊരു ശാസ്ത്രിയുടെ കാര്യം പറയാം.
പിന്നെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചത്. പിന്നെ ഒരു പഞ്ചസാര കുംഭകോണത്തിൽ ആൻ്റണിയുടെ കാര്യവും പറയാം. അതല്ലാതെ അങ്ങനൊരു രീതിയും കീഴ്വഴക്കവും പിന്നെ ധാർമ്മികതാ ബോധവുമൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഗവൺമെൻറ്റുകൾക്കുള്ളത്. രാഷ്ട്രീയ കക്ഷികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഗവൺമെൻറ്റുകൾ അത്തരത്തിൽ മൂല്യബോധങ്ങളിലാണോ പ്രവർത്തനം നടത്തുന്നത്? അല്ലല്ലോ. അത് വേറൊരു വിഷയമാണ്. അതിലേക്ക് നമുക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഈ പ്രശ്നം ഞാൻ പറയുന്നത് വെറും സേഫ്റ്റി പ്രയോറിറ്റിയുടെ പ്രശ്നമല്ല പിന്നെ രോഹിണി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. തീർച്ചയായും അതൊരു വലിയ ലാപ്സായിട്ട് അവിടെ മുഴച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് എന്നുള്ളത് പിന്നെ ഈ പ്രാഥമികമായിട്ടോ അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ടിലൊക്കെ വരുന്നെങ്കിൽ വന്നോട്ടെ. പക്ഷേ ഞാനത് അന്വേഷിക്കുമ്പോൾ എനിക്ക് ആദ്യം മുമ്പിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയ കാര്യം, എൻ്റെ ചർച്ചയിൽ ചോദിക്കുമ്പോൾ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി എനിക്കതാണ് പറയാൻ കഴിയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ പിന്നാലെയാണല്ലോ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും പിന്നെ ബൈസ്റ്റാൻഡറായിട്ട് വന്ന ഒരാളാണ്. അവിടുത്തെ തിരക്കുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് ഹോസ്പിറ്റലിലെ പോലെയും അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലും നല്ല തിരക്കുള്ള പിന്നെ സ്ഥലമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പിന്നെ IP വിഭാഗം, OP വിഭാഗം ഒക്കെ. അതെ, ഇവിടെ ഈ പറയുന്നത് പോലെ 567 കോടി രൂപ കിഫ്ബിയുടെ പ്രോജക്റ്റായിട്ട് മുടക്കി ചെയ്ത പണിയുടെ അന്തിമഘട്ടമാണ്. അതുമൊക്കെ ശരി തന്നെ. പക്ഷേ ഈ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം എന്ന് മന്ത്രിമാർ പറയുമ്പോഴും അങ്ങനെയാണല്ലോ പറയുന്നത്. ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമായിട്ടാണല്ലോ വിശേഷിപ്പിച്ചത്. ഇന്നും അങ്ങനെ പറയുന്ന കെട്ടിടത്തിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ അത് ഉപയോഗിക്കാൻ നിർബന്ധിതരായത്? മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ തിരക്ക് കൊണ്ട് തന്നെയാണെന്ന് നമുക്കറിയാം. സാധാരണഗതിയിൽ ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കും അറിയാൻ പറ്റും. അതാണ് അവിടുത്തെ പ്രശ്നം. അത്രയും റഷാണ് പിന്നെ ഈ അവിടുത്തെ ബാത്റൂമിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഉള്ളത്. മറ്റൊരുപാട് ഏരിയസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുണ്ട്, വിതരണത്തിൻ്റെ കാര്യത്തിലുണ്ട്, ഒക്കെ ഉണ്ട്. മെഡിസിൻ്റെ കാര്യത്തിൽ പോലും ആ റഷ് അനുഭവപ്പെടുന്നുണ്ട് പലപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. പക്ഷേ ചികിത്സയുടെ കാര്യത്തിൽ അത്ര ഒരു ലാപ്സ് അവിടെ ഉണ്ടാവാറുമില്ല. അവിടെയാണ് ഈ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ ഉപയോഗിക്കേണ്ട സ്ഥിതിയിലേക്ക് ബൈസ്റ്റാൻഡേഴ്സിന് ഒരു സാഹചര്യം നിർബന്ധിതമായി ഉണ്ടായതാണോ അതോ ഇന്നത്തേക്ക് മാത്രം ഉണ്ടായതാണോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. ഞാനീ പറഞ്ഞ ഈ സേഫ്റ്റി പ്രയോറിറ്റിയുടെ ലാപ്സിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അബാൻഡഡ് ബിൽഡിങ്ങിൽ ആൾക്കാർ അവരുടെ പ്രാഥമിക കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക്, കുളിക്കാനാണെങ്കിൽ കുളിക്കാൻ, വാഷ്റൂമിലേക്ക് പോകുന്നതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അതങ്ങനെ എന്തുകൊണ്ട് ഉണ്ടാവുന്നു? അത് പിന്നെ ആരോഗ്യവകുപ്പിൻ്റെ അല്ലെങ്കിൽ വ്യവസ്ഥയുടെ കുഴപ്പമാണ് എന്നുള്ള നിലയിലൊന്നുമല്ല ഞാൻ വർത്തമാനം പറയുന്നത്. ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അത് പിന്നെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ HDSൻ്റെ ചെയർമാൻ കൂടെയാണല്ലോ ജില്ലാ കളക്ടർ. അത് പിന്നെ അദ്ദേഹത്തിനാണല്ലോ ഇതിൻ്റെ പ്രാഥമികമായ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ആ അന്വേഷണ റിപ്പോർട്ട് നാളെ തന്നെ കൊടുക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ചർച്ച ചെയ്യട്ടെ. ഏതായാലും ഇത് പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമോ എന്നാണ് താങ്കൾ ഇതിൻ്റെ ഒരു ചോദ്യം ചോദിച്ചത്. ഇക്കാര്യത്തിൽ എന്താണോ പിന്നെ ഉണ്ടായിട്ടുള്ള പിഴവുകൾ, അപാകതകൾ, തെറ്റുകൾ അതൊക്കെ കണ്ടെത്തുന്ന മുറയ്ക്ക് എന്ന് പറയുമ്പം ദീർഘകാലം എടുത്തിട്ടല്ല, ഇപ്പം നാളെ തന്നെ കളക്ടർ റിപ്പോർട്ട് കൊടുക്കുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എടുക്കേണ്ടിയും ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അത് നിർബന്ധിത സാഹചര്യമാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആക്ട് ചെയ്യാനുള്ളത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അതുണ്ടാവണം. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നത് പൊതുസമൂഹത്തിന് കാണണം. അതുതന്നെയാണ് എൻ്റെയും ആവശ്യം. അതുതന്നെയാണ്. ആ ആവശ്യത്തിൽ ഞാനും ഉറച്ചു നിൽക്കും എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ഉല്ലാസ് ബാബു, ഈ വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഉത്തരവാദികൾ ആരാണ്? ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും നട്ടലുണ്ടാകുമെന്ന് തന്നെ കരുതാം. രോഹിണി, ബഹുമാനായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞു, അതായത് വിമാനാപകടമുണ്ടായ വിഷയവുമായി ബന്ധപ്പെടുത്തി ഈ കാര്യം പറഞ്ഞു. ഒരു യന്ത്രവൽകൃതമായിട്ടുള്ള വിമാനം അത് ഉയർന്നു പൊന്തുന്ന സമയത്ത് അതിൻ്റെ തകരാറിൻ്റെ അടിസ്ഥാനത്തിൽ അത് തകർന്നു വീഴുകയും അപകടമുണ്ടാകുകയും ചെയ്യുകയും നീണ്ട കാലത്തെ ഒരു പ്രയത്നം അല്ലെങ്കിൽ നീണ്ട കാലത്തെ ഒരു സിസ്റ്റം കൃത്യമായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ആരോഗ്യ മേഖലയും തമ്മിൽ ഏത് തുലാസിലാണ് അദ്ദേഹം തുലനം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ലോകത്തൊന്നും അതേപോലത്തെ ഒരു തുലാസ് ഇതുവരെ കണ്ടതായിട്ടും ഓർമ്മയില്ല. അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയതാണ് എനിക്ക് തോന്നുന്നുമില്ല. ന്യായീകരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡായിരിക്കാം. രണ്ടാമത്തെ കാര്യം, ആരോഗ്യ രംഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വേണ്ടേ കോട്ടയത്തെ വിഷയത്തിലേക്ക് വരാൻ? കേരളത്തിൽ അങ്ങനെ ഒരു രംഗമുണ്ടോ?
സാർ ഈ കപ്പലാടുകില്ല സാർ, ഉലയുകില്ല സാർ എന്നും പറഞ്ഞിട്ട് പിണറായി വിജയനെ വാഴ്ത്തുപാട്ട് പാടുന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് മാറിയില്ലേ കേരളത്തിലെ ആരോഗ്യമന്ത്രി ബഹുമാന്യയായിട്ടുള്ള വീണ ജോർജ്? അവരെന്ത് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? 9 വർഷക്കാലത്തെ ബാലൻസ് ഷീറ്റ് അങ്ങ് എടുക്കുക ആരോഗ്യ മേഖലയിൽ. രോഹിണി പറ, ആദ്യത്തെ ഒരു 5 കൊല്ലം PR വർക്കും അവർ പിടിച്ചു നിന്നു. ഇവരെന്താ ഈ പറയണേ? നമ്പർ വൺ എന്താണ്? ഒരു രോഗി ഓപ്പറേഷന് പോകുന്ന സമയത്ത് ഓൻ സൂചിയും കൊണ്ടുപോകണം, നൂലും കൊണ്ടുപോകണം, ഇനി സ്റ്റാപ്ലർ ആണെങ്കിൽ സ്റ്റാപ്ലറും കൊണ്ടുപോകണം, ഇനി കീറാനുള്ള എല്ലാ കത്തിയും എല്ലാം കൊണ്ടുപോയിട്ട് കൊടുത്ത് ആദ്യമേ കയറി കിടന്ന ബമ്മാര് പണിക്കാർ വന്ന് കീറുക എന്നുള്ളതാണോ? അതാണോ ആരോഗ്യരംഗം എന്ന് പറയപ്പെടുന്നത്? അല്ലല്ലോ. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്ന പ്രവൃത്തി ശൈലി കൃത്യമാക്കുന്ന ഒരു രീതി ഉണ്ടാകണ്ടേ? ആ രീതി ആരാണ് ഡിസൈൻ ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ എല്ലാ ആരോഗ്യ രംഗങ്ങളും നിങ്ങൾ എടുത്തു നോക്കുക. ഞാനൊരു കണക്കങ്ങ് രോഹിണിക്ക് പറഞ്ഞു തരാം. 2015 38,400 കിടക്കകളാണ് കേരളത്തിലുള്ളത്. 2025 38,525. 125 കിടക്കയാണ്. 2 ബഹുമാന്യതരായിട്ടുള്ള 2 മിടുക്കികൾ കേരളത്തിൽ 9 കൊല്ലം കൊണ്ട് ഇവിടെ വളർത്തി എന്നുള്ളത് ദയനീയമായ അവസ്ഥയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ PHC 2015 842 ആണെങ്കിൽ 2025 856 എന്ന് പറഞ്ഞാൽ 14 എണ്ണം കൂട്ടി എന്ന് പറഞ്ഞു. ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ശ്രീ ഉല്ലാസ് ബാബു തുടരാം. അതിനു മുൻപ് ഒറ്റ നിമിഷം ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്തായാലും ഡോക്ടർ വന്ദനാദാസിന്റെ മരണത്തിന് ശേഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ആരോഗ്യമന്ത്രി ഈ അവസരത്തിൽ കാണും. അവിടെയുള്ള പോരായ്മകളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനെങ്കിലും ഈ മണിക്കൂർ ഉപകാരപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ശ്രീ ഉല്ലാസ് ബാബു തുടരാം. പിന്നെ 913 കോടി രൂപ. അപ്പൊ PHSയുടെ കാര്യം പറഞ്ഞല്ലോ. 2015 842, 2025 816 എന്ന് പറഞ്ഞാൽ 14 എണ്ണമാണ് കൂട്ടിയത്. ആ സമയത്ത് ഭാരത സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദരണീയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ള വലിയൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 21ഓളം എയിംസ് ഉണ്ടാക്കി. ഇവിടെ 1000 ബെഡുള്ളത്. ആ സമയത്താണ് ഇവിടെ തള്ളുവണ്ടി യുഗത്തിൽ ഇങ്ങനെ നിരങ്ങി നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, എന്നിട്ട് നമ്പർ 1 എന്ന് പറയാൻ ഉളുപ്പില്ലാതെ ഇവന്മാരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, 913 കോടി റുപ്യ ഇവർക്ക് കൊടുത്തില്ലേ? ഇവരെന്താ ചെയ്തേ? ഇപ്പൊ പറഞ്ഞു പണ്ടത്തെ കേന്ദ്ര തന്നില്ല. അത് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ശൈലി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയുണ്ട്. അത് കൈകാര്യം ചെയ്ത് അത് കൃത്യമായി അതേപോലെ പാലിച്ചു കൊണ്ട് പോയാൽ തന്നെ പൈസ കിട്ടുള്ളൂ. അല്ലാണ്ട് 8ാം ക്ലാസ്സിലെ മുഴുക്കൊല്ല പരീക്ഷ 10ാം ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ സാറേ എന്ന് ചോദിച്ചാൽ നടക്കോ? ആ കൊല്ലത്തെ കാര്യം ആ കൊല്ലം കൃത്യമായി കൈകാര്യം ചെയ്യാതെ വന്നപ്പോൾ അത് ലാപ്സായി പോയി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, അത് കിട്ടത്തില്ലെന്ന്. അപ്പൊ കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ രംഗം തകർന്ന് തരിപ്പണമായി കിടന്നാലും അതിനെക്കുറിച്ച് ബോധമില്ലെന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ? മെഡിക്കൽ കോളേജുകളിലേക്ക് രോഹിണി നിങ്ങളൊന്ന് ചെല്ലണം. എനിക്ക് അടുത്ത ട്രിപ്പ് നിങ്ങൾ സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെല്ലുന്ന സാധാരണക്കാരന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. വരാന്തയിൽ ഇങ്ങനെ കെടുക്കുകയാണ്. അതിനിപ്പോ പകർച്ചവ്യാധിയാണെങ്കിലും എന്തെല്ലാം തീരെ വയ്യായികുണ്ടെങ്കിലും വരാന്തയിൽ കിടന്നോളണം. നോക്കാൻ ആരുമില്ല, ഒരു സിസ്റ്റവും ഇല്ല, മരുന്നില്ല, അവിടെ കൃത്യമായിട്ടുള്ള ഓക്സിജൻ ഉണ്ടാകില്ല, കൃത്യമായി എക്സ്റേ മെഷീൻ വർക്ക് ചെയ്യില്ല, കൃത്യമായി സ്കാനിങ് സെന്റർ വർക്ക് ചെയ്യില്ല, കൃത്യമായിട്ടുള്ള ഡോക്ടർമാരുണ്ടാവില്ല, പകുതി ഡോക്ടർമാരേ വരുള്ളൂ. ഈ കേരളത്തിൽ കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ നടന്നു എന്ന് ഏതെങ്കിലും സർക്കാരിന്റെ മന്ത്രിക്ക് പറയാൻ സാധിക്കുമോ? നടന്ന അപ്പോയിന്റ്മെന്റുകളിൽ കൃത്യമായി ഡോക്ടർമാർ വരുന്നുണ്ടോ? ഇവരെന്തിന്റെ അടിസ്ഥാനത്തിൽ ലീവ് എടുത്ത് പോകുന്നു? അത് അന്വേഷിക്കാൻ ഇവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടോ? നിങ്ങൾ നോക്കണം. മരുന്നില്ലാത്ത, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളില്ലാത്ത, അല്ലെങ്കിൽ പുറത്തേക്ക് എഴുതുന്ന മരുന്നുകൾ എഴുതുന്ന പ്രത്യേക രീതിയല്ലേ സാധാരണക്കാർ അവിടെ ചെല്ലുന്ന സമയത്ത് പുറത്തേക്ക് എഴുതുന്ന മരുന്നുകൾ മെഡിക്കൽ ഷോപ്പ് ശൃംഖലയുമായി പ്രവർത്തിക്കുന്ന രീതികൾ അവരുമായി ടൈപ്പായി പോകുന്നു, അവിടുത്തെ ലാബുകളുമായി ടൈപ്പായി പോകുന്നു. സാധാരണക്കാരന് പ്രതിസന്ധി വരുന്ന സമയത്ത് അവൻ ആശുപത്രി വരാന്തയിൽ കയറി ഇറങ്ങുന്ന സമയത്ത് അവനെ പീഡിപ്പിക്കുന്ന ശൈലിയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവനെ മാനസികമായി പീഡിപ്പിക്കുന്നു. അപ്പൊ DYFIക്കാര് പെട്ടിയോട്ട ക്ഷേമ കൊടിയും കെട്ടിച്ചെല്ലും. എന്നിട്ടാ അവന്റെ ഔദാര്യ ചോറ് കൊണ്ട് ചെല്ലും, പൊതിച്ചോറ്.
അത് കൊടുക്കൽ മാത്രം കേമായിട്ട് നടക്കണേ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, രോഗികളെ ദയനീയമായി തളർന്നു വീഴുമ്പോൾ പൊതിച്ചോറ് കൊണ്ടുപോകും. കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറുകൾ അവരുടെ അടിയന്തര ചോറായി മാറാൻ പോവുകയാണ്. വീണ ജോർജിന്റെ കീഴിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രവൃത്തി അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. ഇന്ന് ഇവരെന്താ പറയുന്നത്? ആ മരിച്ചവരുടെ വീട്ടിലേക്ക് പോയി രോഹിണിയെ, ആ മരിച്ചവരുടെ വീട്ടുകാർക്ക് നഷ്ടം പറ്റി. വീണ ജോർജ് എന്താ പറയാൻ പോണ്? മൂപ്പര് പറയും ഞാൻ റിപ്പോർട്ട് നേടിയിട്ടുണ്ട്. കടലാസിന്റെ ഉള്ളിൽ ഈ റിപ്പോർട്ട്, ഈ കഴിവില്ലാത്തവന്മാരെ മുന്നിൽ നിർത്തി ഇവർ നടത്തുന്ന ഈ റിപ്പോർട്ട് കൊണ്ട് എന്തുപകാരം? ആ മരിച്ചവരുടെ വീട്ടിൽ എന്താ ആ അമ്മ നഷ്ടപ്പെട്ടില്ലേ? ആ സമയത്ത് ഇവർക്ക് എന്തുകൊണ്ട് അതിനെ കൃത്യമായി നോക്കാൻ സാധിച്ചില്ല? കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും നടത്തുന്നു എന്ന് ഇവരല്ലേ പറയാറ്. അങ്ങനെയാണ് എങ്കിൽ ആ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു 4 കവുങ്ങ് വെട്ടിയിട്ട് അതുകൊണ്ടൊന്നും ആ വീഴാറായിട്ടുള്ള ബിൽഡിങ്ങിനൊന്ന് ഊണ് കൊടുക്കാമായിരുന്നില്ലേ? എങ്കിലും ഇന്നൊരു അമ്മ രക്ഷപ്പെടുമായിരുന്നില്ലേ? പക്ഷേ എന്ത് ചെയ്യാം ശ്രീ ഉല്ലാസ് ബാബു, സിസ്റ്റത്തിന്റെ തകരാർ, സിസ്റ്റത്തിന്റെ കുറ്റം എന്നല്ലേ ആ സിസ്റ്റത്തിൽ അതെ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ചർച്ചയിലേക്ക് എത്താം. അതിനും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്കൊന്ന് തത്സമയത്തിലേക്ക് പോയി വരാം. റിട്രോഫിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് പൊളിച്ചു കളയുന്നത് തന്നെയാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ PWD ആയിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് നടത്തുകയും അതിനുള്ള മീറ്റിംഗ് നടത്തുകയും ഒക്കെ ചെയ്ത് അത് മുന്നോട്ട് പോകാനുള്ള തീരുമാനവുമായിട്ട് നീങ്ങുകയായിരുന്നു. അതോടൊപ്പം ഈ 2016 ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ അന്ന് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ 2018 നമുക്ക് 536 കോടി രൂപ ആ ബിൽഡിങ് മാറ്റുവാൻ വേണ്ടിയിട്ട്, ഈ സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുകയും അത് അന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാലും പ്രളയം കോവിഡ് മുതലായ കാര്യങ്ങൾ കൊണ്ട് കുറച്ച് താമസം വന്ന് 2021 അവസാനത്തോടു കൂടിയാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും നമ്മളിത് ഫോളോ അപ്പ് ചെയ്ത് മാറ്റാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ 30/5 ബഹുമാനപ്പെട്ട 2 മിനിസ്റ്റർമാരുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ ഈ അടുത്ത ജൂലൈ 30 മുമ്പ് മാറ്റാനായിട്ട് ടൈം ലൈൻ വെച്ച് നമ്മൾ ഇത് മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടെല്ലാം മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിനല്ല, എൻ്റയർ ബിൽഡിങ്ങിന് പ്രോബ്ലം ഉള്ളതായിട്ട് കാലങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും അടച്ചിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ ഓർത്തോ, സർജറി, റേഡിയോ ഡയഗ്നോസിസ് വിഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇത് 100% അടച്ചിട്ട് ഇവിടുത്തെ എല്ലാ സർവീസുകളും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ, അതായത് നിങ്ങൾക്കെല്ലാം അറിയാം ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പറ്റുന്ന രീതിയിൽ അറ്റകുറ്റപ്പറ്റ പണികൾ നടത്തി നമ്മളിവിടെ ഒരു സേഫ്റ്റി കമ്മിറ്റിയൊക്കെ വെച്ച് അവരുടെ ഒക്കെ ഇടയ്ക്കുള്ള മേൽനോട്ടത്തോടു കൂടി ഇത് കഴിയുന്നതും മുന്നോട്ട് പ്രവർത്തിപ്പിച്ച് ഇതായാൽ എത്രയും വേഗം ഇങ്ങോട്ട് മാറ്റാനുള്ള ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അത് എനിക്കതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ ഒരു സാധാരണ ഗവൺമെൻറ് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പോൾ അതിനുള്ള ഫണ്ട് അലോട്ട്മെൻറ്റുകൾ നമുക്കെല്ലാം അറിയാം. ഈ ഒരു ബിൽഡിംഗ് 8ഓളം നിലകളുള്ള ഇത്രയും വലിയൊരു ബൃഹത്തായ ബിൽഡിംഗ് പണി തീർക്കണമെങ്കിൽ അതിന് സാധാരണമായിട്ട് ഒത്തിരി സമയം എടുക്കുന്നതാണ്. അത് 2001 തന്നെ 2002 ഒന്ന് അവസാനം 2 പണി തുടങ്ങി 3 വർഷം കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പണി തീർത്തെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് 2013 അല്ലെങ്കിൽ 2016 ഞാൻ വരുമ്പം തൊട്ടോ ആ ബിൽഡിങ്ങിന് ബലക്ഷയമാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ വേറൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സേ ഇല്ലാതെ ഇത് 100% അടച്ചിടുക എന്നുള്ളത് സാധ്യതയില്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു PWD AXC അല്ലെങ്കിൽ AE ലെവലുള്ള ഒരു കത്താണ് ആദ്യം കിട്ടിയത്. അപ്പോൾ ഇത്രയും വലിയ ബൃഹത്തായ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള ഒരെണ്ണത്തിലേക്ക് മാറുമ്പോൾ അതിനു മുമ്പ് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തേണ്ടതും ആവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം 2 ഏജൻസികൾ വഴി നടത്തി. അതിൽ 2ലും ഒരു 100%. കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ വാക്കുകളാണ്. അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ പറഞ്ഞത് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നതാണ് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. ശ്രീ MK ഹരിദാസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിലിന് തൊട്ട് പിറകെ വന്ന ന്യായീകരണം എന്ന് പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ കുറ്റം എന്നുള്ളതാണ്. ആ സിസ്റ്റത്തിൽ സർക്കാരുമില്ല, ആരോഗ്യവകുപ്പ് മന്ത്രിയുമില്ല. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തമുണ്ടായപ്പോൾ വന്നു അടുത്ത ന്യായീകരണം. അത് ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടമായിരുന്നു, അവിടെ സർക്കാരിന് ഉത്തരവാദിത്വമില്ല. ഇവരിങ്ങനെ ഈ ന്യായീകരണങ്ങൾ എത്ര നാൾ നിരത്തിക്കൊണ്ടിരിക്കും? നമുക്ക് രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ ഇവിടെ ഈ അപകടത്തെ അദ്ദേഹം അഹമ്മദാബാദ് ദുരന്തവുമായിട്ട് താരതമ്യപ്പെടുത്തിയതിൽ ഏതൊരു ക്യാപ്സ്യൂളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനും ശ്രീജിത്ത് പണിക്കരൊക്കെ ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ പങ്കെടുത്തു. അതിനു മുമ്പ് ഉച്ചയ്ക്ക് ഞാൻ വേറൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും CPM-ന്റെ സഹയാത്രികരൊക്കെ വിരൽ ചൂണ്ടുന്നത് വീണ ജോർജിന്റെ
രാജിയുമായി ബന്ധപ്പെട്ടിട്ട് അഹമ്മദാബാദ് ദുരന്തവും ഈ ദുരന്തവും രണ്ടാണ് ശ്രീ ജയചന്ദ്രൻ. ഇവിടെ രണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യത്തിലെ ഒരു ജീവൻ ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ അടിയിൽ കിടന്നിട്ട് പെടയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പറയുന്നത് അതിനുള്ളിൽ ആളുകൾ ആരുമില്ല, രണ്ടുപേർക്ക് പരിക്ക് പറ്റി എന്നാണ്. മന്ത്രിമാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യാവുന്നത് എന്തായിരുന്നു? എത്രയും വേഗമായി അവശിഷ്ടങ്ങൾ മാറ്റിയിട്ട് അവിടെ ആരെങ്കിലും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രാഥമിക ചുമതല ഒരു MLA-യേക്കാളും ഒരു സാധാരണ നികുതിദായകരെക്കാളും ഒക്കെ കൂടുതൽ ഈ മന്ത്രിമാർക്കുണ്ട്. പക്ഷെ ആ രണ്ട് മന്ത്രിമാരും അവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താ? അതിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല, അവിടെ രണ്ടുപേർക്ക് പരിക്ക് മാത്രമേ പറ്റിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2.5 മണിക്കൂർ ഒരു ജീവൻ അതിനുള്ളിൽ കിടന്ന് പെടഞ്ഞു മരിക്കുമ്പോൾ രണ്ട് മന്ത്രിമാർ പുറത്തു നിന്നിട്ട് വിടുവായത്തരം പറയുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദുരന്തത്തെ ഞാൻ പറയുന്നത് അഹമ്മദാബാദ് ദുരന്തവുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അതിന്റെ സാങ്കേതിക കാരണങ്ങളെ കുറിച്ചിട്ടൊക്കെ പുറത്തു വരാനിരിക്കുന്ന വിവരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ താരതമ്യം ചെയ്യാവുന്ന ഒരു അപകടമായിരുന്നില്ല ഇന്ന് കോട്ടയത്തെ എന്ന് മനസ്സിലാക്കണം. രോഹിണി, ഇവിടെ ഒരാളും രാജിവെക്കാനൊന്നും പോകുന്നില്ല. ഇനി എത്ര സമരങ്ങൾ നടത്തിയിട്ടായാലും രാജിവെക്കാനൊന്നും പോകുന്നില്ല. കാരണം ഈ അമ്മ, ഈ വീണ ജോർജ് എന്ന് പറയുന്ന ഇവർ അധികാരമേറ്റതിനു ശേഷം അവർക്ക് രാജിവെക്കേണ്ടതായിട്ടുള്ള എത്ര കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു. അതിലിപ്പോ വന്ദനാദാസിന്റെ കൊലപാതകത്തെ കുറിച്ചിട്ട് അവർ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയപ്പോൾ നമുക്ക് സൂചിപ്പിക്കുകയുണ്ടായി. വന്ദനാദാസിന്റെ കൊലപാതകം, ഓപ്പറേഷൻ കഴിഞ്ഞ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു യുവതി മെഡിക്കൽ കോളേജിൽ വെച്ച് ബലാത്സംഗത്തിനിരയാവുന്നു, ICU-വിലെ കമ്പ്യൂട്ടറും അവിടുത്തെ ഷോർട്ട് സർക്യൂട്ടിന്റെ പേരിൽ അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊട്ടിത്തെറിച്ചിട്ട് വലിയ അപകടം ഉണ്ടാകുന്നു. 14 മണിക്കൂർ ഒരു രോഗി ലിഫ്റ്റിൽ കുടുങ്ങുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ ഉറക്കെ വിളിച്ചു പറയുന്നു, നമ്മുടെ പരിമിതമായ സൗകര്യത്തില് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്, ജീവൻ രക്ഷാ ഉപകരണങ്ങളില്ല, ഓപ്പറേഷൻ ചെയ്യാനുള്ള ഉപകരണങ്ങളില്ല, ഓപ്പറേഷൻ ചെയ്താൽ ചെയ്യേണ്ട മരുന്നുകൾ നമ്മുടെ കയ്യിലില്ല എന്നൊക്കെ വിളിച്ചു പറയുന്ന സാഹചര്യത്തില് ഈ ഒരു അപകടത്തിന് മുൻപേ അവർക്ക് പറ്റാത്ത പണിയാണിതെന്ന് പറഞ്ഞുകൊണ്ട് അവർ രാജിവെച്ച് പോകണമായിരുന്നു. അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ എൻ്റെ സുഹൃത്ത് ശ്രീ ജയചന്ദ്രന്റെ ആത്മവിശ്വാസത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതായത് കളക്ടറുടെ അന്വേഷണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടും. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ശ്രീ ജയചന്ദ്രന് ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുകയാണ്. 33 ജീവനക്കാരുള്ള കോന്നി താലൂക്ക് ഓഫീസിൽ 32 പേര് ലീവ് എടുത്തിട്ട് മൂന്നാറിലേക്ക് ടൂർ പോയത് പിടിച്ചത് പ്രതിപക്ഷ MLA ആയിരുന്നില്ല, അവിടുത്തെ MLA, എനിക്കിപ്പോ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അവിടുത്തെ CPM-ന്റെ MLA ആണ്, കോന്നി MLA ആണ്. അത് കൈയോടുകൂടി പിടിച്ച് ദിനേഷ് കുമാർ കൈയോടുകൂടിയിട്ട് പിടിച്ചിട്ട് TV ചാനലുകാരെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് പറഞ്ഞത്? ഇവിടെ നടക്കുന്ന അന്യായം നോക്കൂ, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ഈ ഇവരൊക്കെ എതിരായിട്ട് നടപടികൾ എടുക്കും, എന്തൊക്കെ പ്രസംഗമായിരുന്നു അന്ന്. ആ ചർച്ചയിൽ അദ്ദേഹം, എനിക്ക് 1-2 ചാനലുകളിൽ അദ്ദേഹത്തെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇത് വിളിച്ചു പറയണ്ട, ഒരു നടപടിയും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാൻ പോകുന്നില്ല. 2.5 വർഷമായിട്ട് ഞാനതിന്റെ പുറകെയാണ്. വിവരാവകാശ നിയമപ്രകാരം പത്തനംതിട്ട കളക്ടർക്കായിരുന്നു അന്വേഷണ ചുമതല. പത്തനംതിട്ട കളക്ടർക്ക് ഇങ്ങനെ അപേക്ഷ അയച്ചുകൊണ്ടിരിക്കും 6 മാസം കൂടുമ്പോൾ. എന്ത് നടപടി എടുത്തു? നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 32 പേർക്ക്. ആ 32 പേരിൽ നിന്നും വിശദീകരണം ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒന്നും ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധ്യമല്ല ശ്രീ ജയചന്ദ്രൻ. അപ്പൊ കളക്ടർ നാളെ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളി ആരാണെന്നാണ് പറയുക? ഇപ്പൊ ചാനലുകൾക്ക് മുന്നിൽ വന്നിട്ടുള്ള സൂപ്രണ്ടാണെന്ന് പറയുമോ? അല്ലെങ്കിൽ അവിടെ ഹാജരുണ്ടായിട്ട് ബിന്ദുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ 2 മന്ത്രിമാരാണെന്ന് പറയുമോ? ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തത്തിന്റെ പേരിൽ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അവിടെ കിടക്കും. അതിനപ്പുറമുള്ള ഒരു നടപടിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുമായിരുന്നെങ്കിൽ കുമരകം ബോട്ട് ദുരന്തത്തിലെ 22 പേരാണ് മരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. തട്ടേക്കാട് ബോട്ട് ദുരന്തത്തിൽ 32 കുഞ്ഞുങ്ങളാണ് മരിച്ചത്. ഈ 2 ബോട്ട് ദുരന്തത്തിൽ യാതൊരു നടപടിയും എടുക്കാതെ വീണ്ടും നമ്മൾ അത്തരത്തിലുള്ള ബോട്ട് യാത്രകൾ അനുവദിച്ചതിന്റെ പേരിൽ താനൂരിൽ മരിച്ചിട്ടുള്ളതും ഏകദേശം 16-17 പേരാണ് എന്നുള്ളത് നടപടികൾ എടുക്കാൻ നമ്മുടെ സർക്കാർ ജീവനക്കാർക്കായാലും അതിന് ഉത്തരവാദികളായവർക്കെതിരായാലും നടപടി എടുക്കാൻ പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ കെട്ടിടം വീണിട്ട് ബിന്ദു എന്ന സ്ത്രീ മരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു നിരപരാധി, അല്ലെങ്കിൽ ഈ ക്ലാസ് 4 ജീവനക്കാരിൽ ആരൊക്കെങ്കിലും, അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡ് വെക്കാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്, അല്ലെങ്കിൽ റിബൺ കെട്ടാത്തതിന്റെ പേരിലാണ് അപകടം സംഭവിച്ചത്, അവിടേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കാത്തത് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടേക്കുള്ള വെള്ളത്തിന്റെ ലൈൻ പ്ലംബർ കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെയെങ്കിലും പേരിൽ ഒരു നടപടി എടുക്കുക എന്നല്ലാതെ ഇതിന്റെ പേരിൽ ആരുടെ പേരിലും ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല. രോഹിണി, നമ്മുടെ ഡോക്ടർ ഹാരിസ് നമ്മളോട് വിളിച്ചു പറഞ്ഞത് വലിയൊരു സത്യമാണ്. ആരോഗ്യവകുപ്പ് അങ്ങേയറ്റം ദുർബലമാണ്. ആരോഗ്യവകുപ്പ്
വകുപ്പ് ഇങ്ങനെ മുൻപോട്ട് പോയാൽ പോരാ എന്ന് പറയണമെന്ന് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം ഈ സിസ്റ്റത്തെ ഭയപ്പെടുന്നു. വീണ ജോർജ് പറഞ്ഞ അതേ സിസ്റ്റത്തെ ഭയപ്പെടുന്നു. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിസമാണ്. അത് കാറിന്റെ എഞ്ചിനായാലും മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനായാലും നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നതായാലും അതൊരു മെക്കാനിസത്തിന്റെ പേരിലാണെങ്കിൽ ആ മെക്കാനിസം ഇപ്പൊ നമ്മുടെ ഹാർട്ട് കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ കൊളസ്ട്രോൾ കൂടുതൽ കൂടാതെ നോക്കണം, നമ്മൾ വ്യായാമം ചെയ്യണം. അത്തരത്തിൽ ഈ സിസ്റ്റം പ്രവർത്തിപ്പിക്കേണ്ട 21 മന്ത്രിമാരുടെ ചുമതല വഹിക്കുന്നവരും നമ്മുടെ നാട്ടിലെ അങ്ങേയറ്റം പരാജയപ്പെട്ടവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജിവെക്കുകയാണെങ്കിൽ വീണ ജോർജ് മാത്രം രാജിവെച്ചിട്ട് കാര്യമില്ല, 21 മന്ത്രിമാരും കൂട്ടായിട്ട് രാജിവെക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇവിടെ വന്ന സമയത്ത് ശ്രീ ജോർജ് പറയുകയുണ്ടായി, മുഖ്യമന്ത്രിയുടെ മുഖം കാണിച്ച് 5 നിമിഷത്തിനകം തിരിച്ചുപോയി. എന്റെ ശ്രീ ജോർജ് സാറെ, അത് വലിയൊരു നമ്മൾ പറയില്ല ഒരു മെഹർബാനി എന്ന് ഹിന്ദിയിൽ പറയും, ഔദാര്യമാണ്. പെട്ടിമുടി ദുരന്തമുണ്ടായിട്ട് 14-15 പേർ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചിട്ട് പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു മുഖ്യമന്ത്രി, ഇവിടെ ഒരാൾ ഇത്തരത്തിൽ ഒരു കെട്ടിടം വീണ് അധികൃതരുടെ അനാസ്ഥ മൂലം കെട്ടിടം വീണ് മരിച്ചു എന്ന് പറഞ്ഞിടത്തേക്ക് അദ്ദേഹം വന്നുവെങ്കിൽ 2021 തെരഞ്ഞെടുപ്പ് മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിന്റെ പേരിലാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെ നമുക്ക് അങ്ങേയറ്റം ഹിന്ദിയിൽ പറയുന്ന മെഹർബാനി എന്ന വാക്ക് തന്നെയാണ് അതിന് ചേരുക. അതൊരു ഔദാര്യമാണ് ഒരു മുഖ്യമന്ത്രിയുടെ. കാരണം ഈ ആരോഗ്യ വകുപ്പ് ഇത്രയും കുത്തഴിഞ്ഞിട്ടും ഒരു മുഖ്യമന്ത്രി അത് അറിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ കണ്ണ് കാണാത്ത ചെകിട് കേൾക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നിരിക്കെ നാളെയും രോഹിണി നമ്മൾക്ക് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീജിത്ത് പണിക്കർ, കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് അപകടം നടന്ന ആദ്യ മിനിറ്റുകളിൽ അവിടെ മന്ത്രിമാരായ VN വാസവനും മന്ത്രി വീണ ജോർജും എത്തി. അവർ പറഞ്ഞത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അതിനുള്ളിൽ ആരുമില്ല, അപകടത്തിൽപ്പെട്ട 2 സ്ത്രീകളെ പുറത്തെത്തിച്ചിട്ടുണ്ട്, അവർ സുരക്ഷിതരാണ്, നിസ്സാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അത് പല ആവർത്തി മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. 66 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. അതിനു മുന്നിൽ ഈ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കരുത് എന്നുള്ള ഒരു ബോർഡോ ബാരിക്കേഡോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണമോ അവിടെ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ അതിനുള്ളിൽ 3 സ്ത്രീകൾ കുടുങ്ങുന്നത്. 2 പേരെ രക്ഷപ്പെടുത്തുമ്പോഴും 3-മത്തെ സ്ത്രീ ശ്വാസം മുട്ടി അതിനുള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ രാവിലെയും അവിടെ പലരും ആ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അപകടം നടന്ന മണിക്കൂറിൽ ഈ ന്യായീകരണവുമായി വരികയും അതുമൂലം 2.5 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുകയും വൈകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഒരു പാവം വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടമായത്? അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുതരമായ വീഴ്ചയല്ലേ ആ മന്ത്രിമാരുടെ പ്രസ്താവനകളിലൂടെ ഉണ്ടായത്? ജീവൻ നഷ്ടപ്പെടാൻ കാരണം ഒരു പക്ഷേ ആ ഒരു പിന്നോക്കം മാറിയതല്ലേ രക്ഷാപ്രവർത്തനം? രോഹിണി, തീർച്ചയായും. കാരണം അവിടെ ഇത് തകർന്നു വീഴുന്നു, അതൊരു വിഷയം. തകർന്നു വീണതിന് ശേഷം ഉണ്ടായിരിക്കേണ്ടിയിരുന്ന ഇമ്മീഡിയറ്റ് ഫോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും പെട്ടുകിടപ്പുണ്ടോ എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. അത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പ്രതികരണത്തിന് പോലും അവിടെ എത്തിയിരുന്ന മന്ത്രിമാർ തയ്യാറാകേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം മന്ത്രിമാർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മീഡിയ അറ്റൻഷൻ കിട്ടും, എന്താണ് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. അതെല്ലാം പിന്നീട് ആദ്യം രക്ഷാപ്രവർത്തനം എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കേണ്ടതായിരുന്നു. അത് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ ഹതഭാഗ്യയായ സഹോദരി ഒരുപക്ഷെ ഇന്ന് നമ്മളോടൊപ്പം പരിക്കുകളോടെയെങ്കിലും സർവൈവ് ചെയ്ത് ഒപ്പം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവിടെ ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് ഒരു തരത്തിലല്ല, ഒരുപാട് തരത്തിലാണ്. കാരണം അവിടെ എത്തിയ സമയം മുതൽ മന്ത്രിമാർ 2 പേരും ചെയ്തിരുന്നത് സർക്കാരിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരുന്നു. അതായത് ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നതായിരുന്നില്ല, അതിന് ബലക്ഷയം ഉണ്ടായിരുന്നു, ഇതിന് ഈ പുട്ടിന് പീരയിടുന്നത് പോലെ തന്നെ വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന സൂപ്രണ്ടും ഇതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിൽഡിങ്ങിന് കാര്യക്ഷമതയില്ല, ബലക്ഷയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുതിയ ബിൽഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് എന്നൊക്കെ. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ബലക്ഷയത്തിനെ കുറിച്ചോ അവിടെ ഉണ്ടായിരിക്കുന്ന അപകടത്തിനെ കുറിച്ചോ പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി മന്ത്രിമാർ 2 പേരും പറയാനായിട്ട് ശ്രമിച്ചത് കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് അവിടെ നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിനെ കുറിച്ചാണ്. അപ്പോൾ പുതിയ കെട്ടിടം വരുന്നതിന്റെ സാഹചര്യം എന്താണ്? പഴയ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നതുകൊണ്ടാണ്. എങ്കിൽ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായി അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് എന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പഴയ കെട്ടിടം ഇപ്പോഴും അവിടെ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇവരാരും തന്നെ ബോധവടല്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അവിടെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു ബിൽഡിങ്ങിന് ബലക്ഷയമുണ്ട് എന്നുള്ള ഒരു ധാരണ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂട്ടിയിടണമായിരുന്നു. അതിന്റെ എല്ലാ എൻട്രി പോയിന്റുകളും ഇവർ പൂട്ടിയിടണമായിരുന്നു.
അവിടെ സെക്യൂരിറ്റിയെ ഡിപ്ലോയ് ചെയ്യണമായിരുന്നു. ആ ബിൽഡിംഗ് തകർന്നു വീണ് കഴിഞ്ഞാൽ അത് എത്ര ദൂരപരിധി വരെ വീഴുമായിരുന്നോ ആ ഏരിയ കോർഡൺ ഓഫ് ചെയ്യണമായിരുന്നു. കാരണം ആൾക്കാരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നതിനാണ് പ്രാഥമികമായിട്ടുള്ള പരിഗണന നൽകേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെ അവിടെ ഒരു അപകടത്തിലാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബോർഡില്ല. അത് തന്നെയുമല്ല, അവിടെയുള്ള ചില ഡോക്ടർമാർ പ്രതികരിച്ചിരിക്കുന്നതനുസരിച്ച് അവിടെ വാർഡ് പ്രവർത്തിക്കുന്നുണ്ട്. കേവലം ടോയ്ലറ്റ് മാത്രമല്ല, അവിടെ വാർഡുകൾ പോലും ഫുള്ളായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് അവിടെയുള്ള ഡോക്ടർമാർ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഈ നുണ പറഞ്ഞത്? ഈ നുണ പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നമല്ല, അവിടേക്ക് ആൾക്കാർ കടന്നു കയറിയതാണ് എന്നാണ് മന്ത്രി ശ്രീ വാസവൻ പറഞ്ഞത്. അതായത് അവിടെ പ്രവർത്തനം ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ പ്രവേശനമില്ല, എന്നിട്ടും അവിടെ ആൾക്കാർ കടന്നു കയറിയിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ അതിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വയം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന രീതിയിലത്തേക്ക് ഷിഫ്റ്റിംഗ് ഓഫ് ബ്ലെയിം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി കൂടി അവരവിടെ ശ്രമിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ടോയ്ലറ്റ് അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവിടെയുള്ള രോഗികൾ പറയുന്നുണ്ട്, രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറയുന്നുണ്ട്. ഒരു ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും മിനിമം അതിൽ വെള്ളം ഉണ്ടായിരിക്കണം. അപ്പൊ അബാൻഡൻ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ വെള്ളത്തിന്റെ തുടർച്ചയായിട്ടുള്ള ലഭ്യത അത് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതേപോലെ തന്നെ MLA അവിടെ എത്തിയിരുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ ചോദിച്ചിരിക്കുന്നത് പോലെ അതിലിപ്പോഴും ലൈറ്റ് കത്തിക്കിടപ്പുണ്ടല്ലോ പല സ്ഥലത്തും എന്ന് ചോദിക്കുന്നുണ്ട്. അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നില്ല അത് എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അവിടെ ഇപ്പം മന്ത്രി ന്യായീകരിക്കാനായിട്ട് സ്വയം പറയുന്നത് എന്താണ്? അവിടെ വന്നിരുന്ന സമയത്ത് ഞാനൊരു കൂടിക്കാഴ്ച ഒന്നും തന്നെ ആരോടും നടത്തിയിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവരോട് സംസാരിച്ചതിന് ശേഷം അവർ പറയുന്ന കാര്യം അതേപടി ഞാൻ അങ്ങോട്ട് പറയുകയായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോഗ്യമന്ത്രിയായിട്ട് നല്ലൊരു തത്തമ്മയെ മതി. ഒരാൾ പറയുന്ന കാര്യത്തിനെ വീണ്ടും പാരറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഒരു ആരോഗ്യമന്ത്രി ശ്രമിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല എന്നത് മാത്രമല്ല, അവിടെ കിഫ്ബി വഴി ഉണ്ടായിരിക്കുന്ന കൂടുതലായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാചാലയാകുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രി ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം വൈകിച്ചു എന്നുള്ളതാണ്. അത് കേവലം ചാണ്ടിയുമ്മൻ മാത്രമല്ല, അവിടെയുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളടക്കം അവിടെ ആവശ്യപ്പെട്ടതാണ് ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ ആരെങ്കിലും പെട്ടുകിടപ്പുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അപ്പോൾ ആ സമയത്ത് എന്തോ ത്രികാല ജ്ഞാനമുള്ളതുപോലെ ലേസർ ഐ ഉള്ളതുപോലെയാണ് മന്ത്രി വാസവനൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. ഇല്ല, അവിടെ ആരുമില്ല, അവിടെ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർ പരിക്കുകളോടെ, അതും സാരമല്ലാത്ത പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അല്പം മുമ്പ് ഈ ബലക്ഷയത്തിനെ കുറിച്ച് ഈ സൂപ്രണ്ടിന്റെ പ്രതികരണം നോക്കൂ. ബലക്ഷയമുണ്ട് എന്ന് കരുതി ഉടനെ ആ കെട്ടിടം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിന്റെ ചുരുക്കം. അപ്പോൾ കെട്ടിടത്തിന് ബലക്ഷയം ഉണ്ടെങ്കിൽ അതിന്റെ അപകടം എന്താണ്? ആ കെട്ടിടത്തിന് ബലമില്ല, അത് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ വരുന്ന ആൾക്കാരെ, അവിടെയുള്ള കിടപ്പ് രോഗികളെ പോലും അവിടെ നിന്ന് മാറ്റാൻ തയ്യാറല്ലാതെ പുതിയൊരു കെട്ടിടം ഉണ്ടാകുന്നത് വരെ ഈ കെട്ടിടം ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രായോഗിക മാർഗവും ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഒരു മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സുരക്ഷിതത്വമാണ് ഒരു മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ തേടി വരുന്ന ഒരാളിന് നമ്മുടെ സർക്കാരിന് നൽകാനായിട്ട് സാധിക്കുക? അപ്പൊ എന്തൊരു കാര്യം പറയുന്ന സമയത്ത് മന്ത്രി വീണ ജോർജ് പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നാണ്. നിങ്ങൾക്ക് ആശുപത്രിയിൽ വാങ്ങി വെക്കാൻ മരുന്നില്ല എങ്കിൽ, സർജറിക്ക് വേണ്ടുന്ന ഉപകരണങ്ങളില്ല എങ്കിൽ എല്ലാ കാര്യത്തിനും സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആരാണ് ഈ സിസ്റ്റം? ഞാനും അപ്പനും സുഭദ്രയും ചേരുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നത് പോലെ ആ സിസ്റ്റം എന്ന് പറയുന്ന ട്രസ്റ്റിന്റെ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. ഇത് ഞാൻ ഉൾപ്പെടുന്ന സിസ്റ്റം അല്ല, മറ്റെന്തോ ആണ്, ഇതെന്തോ ഇല്യൂമിനാറ്റി പോലെ പ്രവർത്തിക്കുന്ന എന്തോ ആണ് എന്ന ധാരണയിലാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. മന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. ആ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയായിട്ടുള്ള ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുവെന്ന് CPM-കാർ തന്നെ പറയുന്ന VN വാസവന് ഉത്തരവാദിത്തമുണ്ട്, അവിടെയുള്ള സൂപ്രണ്ടിന് ഉത്തരവാദിത്തമുണ്ട്, എല്ലാ ആൾക്കാർക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അവിടെ വരുന്ന നാളായിട്ട് അവിടെ വന്ന് ചികിത്സ തേടിയിട്ടുള്ള ആ കെട്ടിടത്തിലേക്ക് ഇപ്പൊ ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും വന്നിരിക്കുന്ന ആൾക്കാരോട് ഇത്രയും കാലം ആ കെട്ടിടം അപകടത്തിലാണ്, അതിന് ബലക്ഷയമുണ്ട് എന്നുള്ള സത്യാവസ്ഥ പറയാതെ ഇവരെല്ലാവരും തന്നെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ചതിക്കുകയായിരുന്നു. ആ ചതിയുടെ അവസാനമാണ് ഇന്ന് ഒരു സ്ത്രീ, അവിടെ എത്തിയ സ്ത്രീ, അവരുടെ ജീവൻ പോയത് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയില്ല, അവരത് അറിയാനുള്ള ഒരു സമയം അവർക്ക് കിട്ടിയോ എന്ന് പോലും നമുക്കറിയില്ല. ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുകയാണ് എന്നതിനെക്കുറിച്ച്, അങ്ങനെ ഒരാളിന്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഒരു അപകട മരണം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. ഒരു ആശുപത്രിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ രോഗികളാണെങ്കിലും കൂട്ടിരിപ്പുകാരാണെങ്കിലും അവർക്ക് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉപയോഗിക്കണം. അപ്പൊ അതിനു വേണ്ടിയിരുന്ന സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം. ആ സംവിധാനങ്ങൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഈ മുക്കിനും മൂലയ്ക്കും ഒക്കെ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് എഴുതി വെക്കുന്നതിനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസ് ചിറക്കൽ അദ്ദേഹം സർക്കാരിനോട് വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം പറയുന്ന സമയത്ത്, ഒരു വിസിൽ ബ്ലോവറെ പോലെ പ്രവർത്തിക്കുന്ന സമയത്ത് മാർക്ക് ആന്റണി പ്രസംഗം കണക്കെ അദ്ദേഹത്തിനെ ഒരു തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും മറ്റൊരു തരത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്തോ മഹാപരാധമാണ് എന്ന് പറയുകയും ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് ഈ നമ്പർ 1 കേരളം എന്ന് പറയുന്ന അതിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. നമ്മൾ നോക്കുക, CPM-ന്റെ പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ
എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് നോക്കുക. ഇവിടെ കോവിഡ് വരുന്ന സമയത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ പോലും വിറങ്ങലിച്ച് നിന്നിരുന്ന സമയത്ത് അതിനെ സധൈര്യം നേരിട്ട സംസ്ഥാനം എന്നാണ് ഇതോ? ഇങ്ങനെയാണോ സധൈര്യം നമ്മൾ നേരിടുന്നത്? ഈ രീതിയിലത്തേക്ക് ടോയ്ലറ്റ് തകർന്നു വീണ്, കെട്ടിടം തകർന്നു വീണ് ആൾക്കാർ മരണപ്പെടുന്ന രീതിയിലത്തേക്കുള്ള സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് എങ്കിൽ ഇവിടെ സുരക്ഷയ്ക്ക്, ആരോഗ്യ സുരക്ഷ എന്നല്ല, ഏറ്റവും മിനിമം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് സുരക്ഷിതമായിട്ട് അവിടുത്തെ ഫെസിലിറ്റികൾ ഉപയോഗിക്കാൻ പോലും നിങ്ങൾക്ക് അതിന് ഉറപ്പ് നൽകാനായിട്ട് നിങ്ങൾക്ക് ഈ സംവിധാനം കഴിയുന്നില്ല. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സംവിധാനം കൊണ്ട് പിന്നെ പ്രയോജനം എന്താണ്? പിന്നെ ഈ മന്ത്രി എന്തിനാണ്? പിന്നെ ഇതിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥർ എന്തിനാണ്? അപ്പൊ ഇത് എല്ലാ ആൾക്കാരും ഉണ്ടായിട്ടും ഈ ഒരു ബിൽഡിങ്ങിന് ബലക്ഷയമുണ്ട് എന്ന് പറഞ്ഞിട്ടും ഈ സൂപ്രണ്ടിന്റെയൊക്കെ ചിന്ത പോകുന്ന ഏത് രീതിയിലാണെന്ന് നോക്കൂ. ഇത് വലിയ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് 8 നില. ഒന്നാലോചിച്ച് നോക്കട്ടെ, ഒരു 8 നില കെട്ടിടം നിർമ്മിക്കുന്നത് എന്തോ ഇന്റർനാഷണൽ പദ്ധതിയാണെന്നുള്ള രീതിയിലത്തേക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള പണത്തിനെ കുറിച്ച് അദ്ദേഹം എന്തിനാണ് worried ആവുന്നത്? അത് അപ്രൂവ്ഡ് ആണെങ്കിൽ അത് മുറയ്ക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതല്ലാതെ അതിന്റെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി അദ്ദേഹം പറയണ്ട. അദ്ദേഹം സർക്കാരിനോടാണ് ഇത് പറയേണ്ടത്. നോക്കൂ, ഇവിടെ ഒരു കെട്ടിടം ബലക്ഷയമുള്ളതാണ്, ഇത് പ്രവർത്തിക്കാൻ ഇതിൽ കഴിയുകയില്ല, അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലം ഞങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടണം, അതല്ല എങ്കിൽ ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഞങ്ങളുടെ ഫെസിലിറ്റി റാം ഡൗൺ ചെയ്തേ മതിയാകൂ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊന്നുമില്ലാതെ ഈ വരുന്ന എല്ലാ തിരക്കിനെയും ഉൾക്കൊള്ളുന്ന ബൃഹത്തായിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് മാറുകയും അവിടെ ആൾക്കാരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി എന്ന് പറയുന്ന ഒരു നെസസിറ്റിയെ പൂർണ്ണമായിട്ടും കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരുന്നു ഇത്രയും കാലം അവിടെ നിന്നിരുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇന്നലെ ഒരുപക്ഷെ ഇതേ സമയത്ത് ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്ന, അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആൾക്കാരാണ്. ഹതഭാഗ്യമായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു സഹോദരി അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. എത്രയോ ആൾക്കാർ തിരക്ക് കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ അപകടം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ അതിനെ ലാഘവ ബുദ്ധിയോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യമല്ല. ഒരാൾ പറഞ്ഞിരിക്കുന്നതിനെ ഞാൻ റിലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്മിറ്റർ ആണ് എന്ന് മന്ത്രി സ്വയം പറയുകയല്ല വേണ്ടത്. അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യണം. ആ അക്കൗണ്ടബിലിറ്റി തുടരുന്നത് ബോട്ടം അപ്പ് അല്ല, ടോപ്പ് ഡൗൺ ആണ്. മന്ത്രിക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നമുക്ക് ചാണ്ടി ഉമ്മൻ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ ആരുടെയെങ്കിലും തലയിൽ ഉത്തരവാദിത്വം കെട്ടിവെക്കുകയല്ല വേണ്ടത്. മന്ത്രി വീണ ജോർജ് ധാർമ്മികമായിട്ടും കർത്തവ്യത്തിലും ഉണ്ടായിരിക്കുന്ന അവരുടെ തെറ്റിനെ മുൻനിർത്തിക്കൊണ്ട് രാജിവെക്കാനായിട്ടാണ് തയ്യാറാകേണ്ടത്. അതെ, അതാണ് ശ്രീ എം ജയചന്ദ്രൻ. ഈ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു കെട്ടിടം തകർന്നു വീണാൽ അത് സർക്കാരിന്റെ തലയിലാകുക എന്നുള്ളതല്ല. ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ആർജവവും ധാർമ്മികതയും ഉണ്ടോ എന്നാണ് ഞാൻ തുടക്കത്തിൽ താങ്കളോട് ചോദിച്ചത്. ഈ സർക്കാരിന് അതിന്റെ ആർജവം ഉണ്ടോ എന്ന്. ചോദ്യം എന്നോടാണോ രോഹിണി? അതെ 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 ശ്രീ ജയചന്ദ്രൻ. രോഹിണി, ഈ ശ്രീ ജയചന്ദ്രന് ഈ ചർച്ച തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇതൊരു രാഷ്ട്രീയ ചർച്ചയാകാൻ ക്ഷമിക്കണം ശ്രീ എ ജി ജോർജ്, ഞാൻ എം ജയചന്ദ്രനോടാണ് ചോദിച്ചത്. സോറി. ശ്രീ ജയചന്ദ്രൻ കേൾക്കുന്നുണ്ടോ? അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശ്രീ ജയചന്ദ്രൻ, ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരേറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ്. കേൾക്കാം. ഓക്കെ. അല്ല, ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ കോട്ടയം ദുരന്തത്തിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ അഭിപ്രായങ്ങളുണ്ടല്ലോ, ഞാൻ അതിൽ 1-2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് ചെയ്യുന്നത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ അഭിപ്രായത്തോട്. ഞാൻ ഈ സേഫ്റ്റി ലാബ്സ് എന്നുദ്ദേശിച്ചതിൽ അദ്ദേഹം പറഞ്ഞ അത് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും വരുന്നത്. അതാണ് അത് ഹരിദാസ് പറയുന്നത് പോലെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകേണ്ട കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ഒരു കലക്ടർ നാളെ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്താൽ മറ്റന്നാൾ നടപടി ഉണ്ടാകും എന്ന കേവലമായ ഒരു വ്യാമോഹത്തിലുമല്ല, അങ്ങനെ തീർക്കാൻ കഴിയുന്ന കാര്യവുമല്ല. അതിനപ്പുറത്തേക്ക് എന്തിന് സംസ്ഥാന സർക്കാരിൻ്റെ പരിധിക്ക് പുറത്തേക്ക് പോലും ഈ പ്രശ്നം ഉന്നയിക്കപ്പെടാവുന്ന സാഹചര്യങ്ങൾ മറ്റു പലതുമുണ്ട്. അത് ആ ചർച്ച ഇപ്പോൾ വരുന്നില്ലാത്തതുകൊണ്ട് ഇതിലേക്ക് കടക്കുന്നുമില്ല. പക്ഷേ ഞാനീ പറഞ്ഞ സേഫ്റ്റി എന്നുള്ള വിഷയം പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട പ്രധാനപ്പെട്ട വിഷയമായി ഞാൻ ഇവിടെ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ശ്രീജിത്ത് പറഞ്ഞതിനോട് വിയോജിപ്പുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ മന്ത്രിക്ക് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ള ആ നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്ക് അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് രോഹിണി ആദ്യം ചോദിച്ചതുപോലെ അതുകൊണ്ട് അവർ രാജിവെക്കണം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ്, അല്ല വീണ്ടും ഹരിദാസ് തന്നെ എന്നെ അതിൽ പിടിച്ചിട്ടല്ലോ. ആ പ്രശ്നം താങ്കൾ ചോദിച്ച ഉടനെ ഞാൻ മറുപടിയായിട്ട് പറഞ്ഞത്
പിന്നെ പ്ലെയിൻ ക്രാഷിൻ്റെ കാര്യമാണ്. അങ്ങനെയല്ല, എന്നോട് താങ്കൾ ചോദിച്ചതാണ് മന്ത്രി രാജിവെക്കുന്നതിനെക്കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരു മെക്കാനിക്കൽ പ്രശ്നമാണ്, മെഷീൻ പ്രശ്നമാണ് എന്നൊക്കെ അറിയാത്ത ആളല്ലോ നമ്മളാരും. ഓർഗാനിക്കായിട്ടുള്ള തകരാറല്ല ഇത്. ആണോ? പ്ലെയിൻ ക്രാഷ് ഓർഗാനിക് തകരാറല്ലല്ലോ, എല്ലാവർക്കും അറിയുമല്ലോ. അതല്ല ചോദ്യം, അതല്ലല്ലോ വിഷയം, അതല്ലല്ലോ. അതിൻ്റെ അകത്ത് യന്ത്രത്തകരാറ് സംഭവിച്ച് വിമാനം തകർന്നു വീണതിനെ തുടർന്ന് പിന്നെ മന്ത്രി എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്നുള്ള ചോദ്യമൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ ചോദിക്കാറില്ല, ചോദിക്കുകയുമില്ല. പക്ഷേ എന്തിനും ഈ ധാർമ്മികതയുടെ പേര് പറയുമ്പോൾ ഏവിയേഷൻ മിനിസ്റ്റർ രാജിവെക്കണമെന്ന് താങ്കൾ പറഞ്ഞോ എന്ന് ഞാൻ രോഹിണിയോടാണ് ചോദിച്ചത്, പാനലിസ്റ്റുകളോടല്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ LDF ഭരണപക്ഷത്താണ്. പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന ആർക്കും അത്തരത്തിൽ വിമർശിക്കുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആദ്യമേ ഞാൻ വ്യക്തമാക്കിയതുമാണ്. അതല്ല, മറ്റേ സന്ദർഭത്തിൻ്റെ പ്രശ്നം അതല്ല. പിന്നെ മുൻ മുഖ്യമന്ത്രി അടക്കമാണ് മരിച്ചത്. അതിൽ ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ളത് അതുണ്ടെങ്കിലാണ്, അല്ലാതെ യന്ത്രത്തിന്റെ തകരാറാണ് മരിച്ചതെന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഇതുമായിട്ട് താരതമ്യങ്ങളുമില്ല. ഒരു സാധാരണക്കാരനാണോ എന്നുള്ളത് അനുസരിച്ച് നമുക്ക് ജീവന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ലല്ലോ. ഞാൻ ചോദിച്ചത് ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രി ഏറ്റെടുക്കേണ്ടത് ഈ മണിക്കൂറിൽ തന്നെയായിരുന്നു. കാരണം അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്ന് പല ആവർത്തി സമർത്ഥിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പിന്നോക്കം പോയത്. ആ നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിയില്ലേ ഒരു ആരോഗ്യമന്ത്രി? അതിന്റെ ഉത്തരവാദിത്വം കൂടി അവർക്കില്ലേ? അതിനുള്ളിൽ ആരുമില്ലായിരുന്നു, ആരുമില്ല, ഉൾപ്പെട്ട 2 സ്ത്രീകളെ രക്ഷപ്പെടുത്തി, നിസ്സാര പരിക്കുകളേ ഉള്ളൂ എന്ന് എത്ര ആവർത്തി പറഞ്ഞു. 2.5 മണിക്കൂർ കഴിഞ്ഞാണ് പൂർണ്ണമായും ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് മറ്റൊരു സ്ത്രീയെ ഇവർക്ക് വെളിയിലേക്ക് എടുക്കാനായത്. അതും എപ്പോൾ അവരുടെ ബന്ധുക്കൾ വന്ന് ഈ അധികൃതരോട് കാണാനില്ല ഞങ്ങളുടെ ബന്ധുവിനെ എന്ന് പല ആവർത്തി അറിയിച്ചതിന് ശേഷം. അപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊന്നും ചെക്ക് ചെയ്യാതെ ഒരു ആരോഗ്യമന്ത്രി ഇത്തരം പ്രസ്താവന നടത്തുമ്പോൾ അത് അവരുടെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണെങ്കിൽ അവർക്ക് അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല. ഇപ്പോൾ അതിൻ്റെ അകത്ത് രക്ഷാപ്രവർത്തനം താമസിച്ചുകൊണ്ടാണ് അവർ പിന്നെ മരണത്തിന് ഇരയായത് എന്നുള്ളത് താങ്കൾ പറഞ്ഞ അഭിപ്രായമാണ്. ഞാൻ ആ അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഞാൻ ആ അഭിപ്രായത്തിനോട് ഞാൻ അഭിപ്രായം ഷെയർ ചെയ്യുന്നുമില്ല. അത് മറ്റൊരു സംഗതി. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് രക്ഷാപ്രവർത്തനത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞ ശ്രീജിത്തിൻ്റെ അഭിപ്രായത്തിന് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതായിരുന്നു അവർക്ക് അവിടുന്ന് മീഡിയയോട് പറയാമായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പറയാം, തീർച്ചയായിട്ടും പറയാം. കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കട്ടെ, രക്ഷാപ്രവർത്തനം നടത്താനുണ്ടെങ്കിൽ നടക്കട്ടെ, അതിനുശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം എന്ന് പറയാനുള്ള ആ ഒരു ചുമതല അവർ കാണിക്കാതെ പോയി എന്നുള്ളത് വിമർശന വിധേയം തന്നെയാണ്. അതിലെനിക്ക് യാതൊരു തർക്കവുമില്ല. അത് അവരുടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഞാനും അതിനോടാണ് യോജിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അവിടെ മീഡിയയുടെ മുമ്പിൽ ഇമ്മീഡിയറ്റായിട്ട് റിയാക്ഷൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല അവിടെ. കാരണം അവർ പറഞ്ഞത് പരിപൂർണമായും തെറ്റാണ് എന്നുള്ളത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ തെളിഞ്ഞതോടുകൂടി അവര് എന്തിനാണ് ഇത്രയും, അതാണ് നമ്മൾ സാധാരണ പറയുന്നത് അൺഡ്യൂ ഹേസ്റ്റ്, അനാവശ്യമായ ധൃതി എന്തിനാണ് കാണിച്ചത്. റെസ്പോൺസ്, അത്ര തിടുക്കപ്പെട്ടുള്ള മറുപടി, അത് മുഖം രക്ഷിക്കാൻ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ അപ്പോൾ കണ്ട പ്രയോറിറ്റി, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സേഫ്റ്റി പ്രയോറിറ്റി അവിടെ ഇല്ലായിരുന്നപ്പോൾ മന്ത്രിമാർ കണ്ട പ്രയോറിറ്റി അവരുടെ ഇമേജ് രക്ഷിക്കുക, അവരുടെ മുഖം രക്ഷിക്കുക, അവരുടെ മുഖം മിനുക്കുക, ഇത് മാത്രമായിരുന്നു എന്നുള്ളതാണ്. ശ്രീ AJ ജോർജ്, മന്ത്രിമാർ നടത്തുന്നത്, സർക്കാർ നടത്തുന്നത് ഇത്രയധികം ദുരിതം ആരോഗ്യ മേഖല പേറുമ്പോഴും അവരുടെ മുഖം മിനുക്കുക മാത്രമല്ലേ? ഒന്നുമില്ലെങ്കിലും ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ തുറന്നു പറച്ചിലിന് ശേഷമെങ്കിലും എന്ത് തുടർ നടപടി ഉണ്ടായി എന്നുള്ളത് കണ്ടതാണ്. ആ വിദഗ്ധ സമിതി റിപ്പോർട്ട് പോലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞ പരാമർശങ്ങളോട് ചേർത്ത് വയ്ക്കുന്നതാണ്. ഇതിപ്പോൾ പതിവ് പോലെ ഒരു റിപ്പോർട്ട് ഈ വിഷയത്തിലും തേടിയിട്ടുണ്ട്. പക്ഷേ അതിന്മേൽ എന്ത് നടപടി എടുക്കും എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയേണ്ട കാര്യമല്ലേ? ഇടതു നിരീക്ഷകനായ ജയചന്ദ്രൻ തനിക്ക് ആഭിമുഖ്യമുള്ള മന്ത്രിമാരെയും മന്ത്രിസഭയും ഒക്കെ ന്യായീകരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നതാണ് കഴിഞ്ഞ കുറച്ച് സമയമായി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ചർച്ചയെ ഒന്ന് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ഒരു ചെറിയ പരാമർശം അദ്ദേഹം തുടക്കത്തിൽ എന്നെക്കുറിച്ച് നടത്തി. ഞാൻ ഏതായാലും ആ ചൂണ്ടയിൽ കൊത്തുന്നില്ല. രാഷ്ട്രീയമായ ചർച്ചയ്ക്കല്ല ഞാൻ ഇരിക്കുന്നതെന്ന് ഞാൻ ആമുഖമായി തന്നെ രോഹിണിയോട് പറഞ്ഞതുമാണ്. ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് അത് വരാം. രോഹിണി, ഇന്ന് യഥാർത്ഥത്തിൽ രാവിലെ ഈ 2 മന്ത്രിമാർ മത്സര ബുദ്ധിയോടുകൂടി അവരുടെ മുഖം രക്ഷിക്കാനായി അവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ
പച്ച നുണയായിരുന്നു എന്നല്ലേ ഇപ്പോൾ കൂടുതലായിട്ടുള്ള വെളിപ്പെടുത്തലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയ ഒരു കോമിക് ഷോ ആണല്ലോ ഇപ്പോൾ അവിടുത്തെ സൂപ്രണ്ട് നടത്തിയത്. അദ്ദേഹം എന്താണ് പറയുന്നത്? 2016 മുതൽ ഏകദേശം 9 വർഷം മുൻപ് മുതൽ ഈ കെട്ടിടം ദുർബലമാണ്, ഇത് ഇടിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തിടപാടുകൾ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റുമായും ആരോഗ്യ വകുപ്പുമായും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അദ്ദേഹം ഈ കെട്ടിടത്തിന്റെ ഉപയോഗം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് പറയാതെ പറയുകയും ചെയ്തിരിക്കുമ്പോഴാണ് ഈ മന്ത്രിമാർ രാവിലെ നടത്തിയ പ്രസ്താവനകൾ പച്ച കള്ളമായിരുന്നു എന്ന് ആവർത്തിച്ച് ബോധ്യമാകുന്നത്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അവിടെ അപര്യാപ്തകർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മെഡിക്കൽ കോളേജുകളിൽ ധാരാളം രോഗികൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ രോഗികളൊക്കെ അവിടെ ശുചിമുറികൾ ഉപയോഗിക്കാറുണ്ട്, ആ കെട്ടിടം ഉപയോഗിക്കാറുണ്ട് എന്ന് അദ്ദേഹം ഇത് വളരെ വ്യക്തമായി തന്നെ ഇപ്പൊ പറയുമ്പോഴാണ് 2 മന്ത്രിമാർ നാം എല്ലാം കേൾക്കെ ആവർത്തിച്ച് മത്സര ബുദ്ധിയോടുകൂടെ പറഞ്ഞത് ആ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു, അത് ആരും ഉപയോഗിക്കുന്നതായിരുന്നില്ല എന്ന് മാറി മാറി രോഹിണി തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളല്ലേ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു തികഞ്ഞ വൈരുദ്ധ്യമല്ലേ കാണുന്നത്? ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന്റെ പണി എന്താണ്? അദ്ദേഹത്തിന് ഈ 9 വർഷമായി ഈ കത്തിടപാടുകൾ നടത്തുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ അദ്ദേഹം ഏതായാലും ഒരു ഗുണം ചെയ്തു. അദ്ദേഹം ഈ മേശയുടെ ഒക്കെ ചുറ്റിക്കറങ്ങി അദ്ദേഹത്തിന്റെ ചെരുപ്പ് തേഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നില്ല. അങ്ങനെ ഒരു വലിയ സഹായം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ എവിടെയെങ്കിലും അന്നം തേടാനായിട്ട് ഭിക്ഷ യാചിക്കാനായിട്ട് പോയിട്ടുമില്ല എന്ന് അദ്ദേഹം എന്തായാലും പറയുന്നുണ്ട്. അദ്ദേഹം അക്കാര്യത്തിലൊക്കെ ഒരു മാന്യനാണ്. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്കറിയാമല്ലോ ഒരു മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടിന്റെ പരമമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവിടുത്തെ വാർഡുകളുടെ സംരക്ഷണമാണ്. കാരണം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ അധ്യാപക കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും സൂപ്രണ്ട് തസ്തിക വെച്ചിരിക്കുന്നത് തന്നെ അവിടുത്തെ കെട്ടിടങ്ങൾ, വാർഡുകൾ, അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയാണ്. ഇദ്ദേഹം ഈ ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് മുഴുവൻ സമയവും വട്ടമിട്ട് പറന്ന് അവിടെയൊക്കെ ഒന്നും കുഴപ്പമില്ല എന്ന് പറയാൻ വേണ്ടിയാണോ ഈ സൂപ്രണ്ടിന്റെ ജോലി? ഇവിടെയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ആവർത്തിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ ഒരു സിസ്റ്റമിക് ഫെയിലിയർ ആണ്. ആരാണ് ഈ സിസ്റ്റത്തെ കൊണ്ടുപോകേണ്ടത്? എന്താണ് ഈ മന്ത്രിയുടെ പണി? ഈ സിസ്റ്റത്തെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു നിമിഷം പോലും ആ കസേരയിൽ ഏത് മന്ത്രിക്കാണെങ്കിലും ഇരിക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് സൂപ്രണ്ട് ചെയ്യേണ്ടതായിരുന്ന കടമ അദ്ദേഹം നിവർത്തിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന് ഓച്ഛാനിച്ച് നിൽക്കാൻ അല്ലാതെ വേറെ ഗതിയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ മന്ത്രിമാർക്ക് മന്ത്രം ഉരുവിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് മന്ത്രിമാർ അവർ കൊടുത്തതായിട്ടുള്ള വിവരങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് അടിമുടി തട്ടിപ്പായിരുന്നു. ഈ പറയുന്ന മുഖ്യമന്ത്രിമാരുടെ ന്യായീകരണം പച്ച നുണയായിരുന്നുവെന്ന് ഇപ്പോൾ ഈ പറയാതെ പറഞ്ഞിരിക്കുന്ന സൂപ്രണ്ടിന്റെ വാക്കുകളിൽ നിന്ന് പരമമായി വ്യക്തമാണ്. ഇനിയും പിന്നെ രോഹിണി ചോദിച്ചല്ലോ, തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചത്? ഇതിന്റെ മറ്റൊരു ചിത്രമല്ലേ തിരുവനന്തപുരത്ത് കണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാനിത് നിരന്തരമായി ഇവിടുത്തെ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ചും ഇവിടുത്തെ ഉപകരണങ്ങൾ വേണ്ട സമയത്ത് അത് പരിചരിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചും തക്ക സമയത്ത് ഇത് കിട്ടുന്നില്ല എന്നതിനെ സംബന്ധിച്ചും ഒക്കെ ധാരാളം രീതിയിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ഇവിടുത്തെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം ഉറപ്പ് കൊടുത്തു, അടിയന്തരമായി അവിടെ വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങൾ നടത്താം. അത് 2 വർഷത്തിലേറെയായി, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ സംഭവിക്കാതെ ഇരുന്നപ്പോൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം വളരെ വികാരത്തോടു കൂടിയാണ് പറഞ്ഞത്, എന്റെ മകന്റെ പ്രായത്തിന് തുല്യനായിട്ടുള്ള 23 വയസ്സായ അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്റെ മുൻപിൽ വന്ന് നിലവിളിക്കുമ്പോൾ, അവന്റെ ഈ പറയുന്ന കിഡ്നി ബ്ലാഡർ സ്റ്റോൺ കൊണ്ട് നിലവിളിക്കുമ്പോൾ എനിക്ക് നാളെ വാ എന്ന് പറഞ്ഞു വിടാൻ എന്റെ മനസ്സനുവദിച്ചില്ല എന്ന് എത്ര വികാരത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അന്ന് നിശ്ചയിച്ചിരുന്ന ആ പയ്യന്റെ ഓപ്പറേഷൻ നടത്താനായി കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെയൊക്കെ നാം കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വേണ്ട തരത്തിൽ പ്രവർത്തിക്കുന്നില്ല, കാര്യമായ ഉത്തരവാദിത്തങ്ങൾ തക്ക സമയത്ത് നിറവേറ്റുന്നില്ല, പരിഹാര ക്രിയകൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലിരിക്കുന്ന ഡയറക്ടർക്കും മന്ത്രിക്കും ഒക്കെ അക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ എന്ത് ചെയ്യാം ശ്രീ ജി ജോർജ്, നിർഭാഗ്യവശാൽ തലപ്പത്തിരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും ഒക്കെ ഒരുപോലെയാണല്ലോ. ശ്രീ എം കെ ഹരിദാസ്, 8 മണിക്ക് സൂപ്രണ്ട് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപകടം നടന്ന ആദ്യ മണിക്കൂറിലും, അതായത് മന്ത്രിമാർ പറഞ്ഞ ന്യായീകരണത്തിന് തൊട്ടുപിറകെ ഇതേ സൂപ്രണ്ട്
കൃത്യമായി മന്ത്രിമാർ എന്താണോ പറഞ്ഞത് അത് തന്നെ ആവർത്തിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതായത് ഉപയോഗശൂന്യമായി കിടന്ന കെട്ടിടമാണ്. പിന്നെ ഒരു സൂപ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് ചില പരിമിതികളുണ്ട്, എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുകയില്ലല്ലോ എന്ന് അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി പറഞ്ഞത് നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്. ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് എവിടെയാണ് പരിമിതി, എവിടെയാണ് ഏത് വാർഡിലാണ് നോക്കി നടത്താൻ കഴിയാത്തത്, അല്ലെങ്കിൽ എവിടെയാണ് എത്തിച്ചേരാൻ കഴിയാത്തത്? അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ആ പദവി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റത്തിന്റെ കുറ്റം, ആരോഗ്യമന്ത്രി ഉൾപ്പെടുന്ന സിസ്റ്റത്തിന്റെ കുറ്റം, ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സിസ്റ്റത്തിന്റെ കുറ്റം, ഇതിനെല്ലാം നിയന്ത്രിക്കേണ്ടവർ കണ്ണടച്ചിരുട്ടാക്കുന്നതിന്റെ കുറ്റം, ഇത് തന്നെയല്ലേ പറയേണ്ടത്? എന്താണ് ഇത്ര സംശയമുള്ളത്? ഈ അദ്ദേഹം പറഞ്ഞൊരു ആന മണ്ടത്തരം ഞാൻ കേട്ടിട്ട് ഞാൻ ചിരിക്കുക. കാരണം കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 8 നിലയുള്ള ഒരു ബൃഹത് കെട്ടിടത്തിന്റെ വർക്ക് നടത്തുക, വർക്ക് തീരാൻ അതിൻ്റെതായ കാലതാമസങ്ങൾ നേരിടില്ലേ എന്ന്. 140 നിലയുള്ള കെട്ടിടം ഡൽഹിയിലും ബോംബെയിലും പണി ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തെ 8 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ പണി കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തോടു കൂടി കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്തു തരുന്ന ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിലവിലെ നമ്മൾ പറയില്ലേ ആധുനിക യന്ത്രവൽകൃത സംവിധാനം വെച്ചിട്ട് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8-9 മാസം കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയാണത്. പിന്നെ ഇവിടെ ചർച്ചയിൽ തന്നെ ഉരുത്തിരിഞ്ഞ് വന്ന മാതിരി പണത്തിന്റെ കുറവുണ്ടെങ്കിൽ സർക്കാരിലേക്ക് എഴുതേണ്ട കാര്യമുള്ളൂ, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നൊന്നും എടുക്കണ്ട. ഇന്ന് രാത്രി 12 മണിക്ക് ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ 12 മണിക്കുള്ളിൽ ആ മനുഷ്യനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവിറക്കണം. 6 മാസത്തേക്ക് അതിന് പ്രാബല്യമുള്ളൂ എങ്കിൽ പോലും മരിച്ച ബിന്ദുവിനോടുള്ള എന്തെങ്കിലും കർത്തവ്യവും കടപ്പാടും ഈ ജനങ്ങളോടുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ആ മനുഷ്യനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവിറക്കാൻ ഈ സർക്കാരിനാവോ? ആവില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പറ്റിയിട്ടുള്ള തെറ്റിന്റെ കാരണം കൊണ്ട് ഈ സംഭവത്തിൽ തനിക്ക് നേരിടാനിടയുള്ള നടപടികൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അദ്ദേഹം രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള എല്ലാവിധ പഴുതുകളും അടച്ച് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു നടപടിയും ഇവിടെ കളക്ടറുടെ റിപ്പോർട്ടിന്റെ മുകളിലൊന്നും എടുക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏത് സർക്കാരിന്റെ കാലത്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന തെറ്റുകളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ, അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ജീവൻ ബലി കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒന്നും തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തം ആരിലാണോ അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു ആദിയിലാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ കോട്ടയത്തെ പ്രശ്നവും 2-4 ദിവസം കഴിഞ്ഞ് മാധ്യമങ്ങൾ ഇത് വിടുന്നതോടുകൂടി ഈ പ്രശ്നം ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത ദുരന്തത്തെ പറ്റി ചർച്ച ചെയ്യാൻ മാനസികമായി തയ്യാറെടുക്കാൻ. കാരണം ഒരു ഉത്തരവാദിത്വവും ജനങ്ങളോട് നിറവേറ്റാൻ കഴിയാത്ത, ജനങ്ങളെ അങ്ങേയറ്റം നമ്മൾ പറയില്ലേ ഒരു നികുതിദായകരായി മാത്രം കണ്ടുകൊണ്ട് ഇവിടെ 2 കോടി രൂപയ്ക്ക് ഒരു മിനിറ്റും കൂടി എനിക്ക് തരണം. 2 കോടി രൂപയ്ക്ക് മന്ത്രിമന്ദിരങ്ങൾ മോടി കൂട്ടിയ സർക്കാരാണ് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ. 1,31 ലക്ഷം രൂപ ഒരു കൊല്ലം കൊണ്ട് മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് വാങ്ങിയ 21 മന്ത്രിമാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 1,31 ലക്ഷം രൂപയിലെ ഏകദേശം 10% ഒരു മെഡിക്കൽ കോളേജിലെ ഈ ശാസ്ത്രക്രിയ ഉപകരണങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കാൻ ഈ സർക്കാരിനെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു വൃദ്ധനായ മന്ത്രി KSEBയിൽ ഇരുന്നുകൊണ്ട് കേവലം 6 മാസം കൊണ്ട് 44 ലക്ഷം രൂപയാണ് രോഹിണി മെഡിക്കൽ റീഎംബേഴ്സ്മെന്റ് ആയിട്ട് വാങ്ങിയിരിക്കുന്നത്. PR വർക്കുകൾക്ക് ചിലവാക്കുന്നതിന്റെ 4/1 ചിലവഴിച്ചാലെങ്കിലും മതിയല്ലോ. സമയക്കുറവുള്ളതുകൊണ്ടാണ് ശ്രീ MK ഹരിദാസ് ഇടപെട്ടത്. ശ്രീ ഉല്ലാസ് ബാബു, പതിവ് പ്രതിരോധം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രതിരോധം തീർക്കലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണമാണ്, രാഷ്ട്രീയമായി തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ളതാണ്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ കാര്യത്തിൽ അത് പറയാൻ സാധിച്ചില്ല. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. ഇതിപ്പോൾ കെട്ടിടം തകർന്നു വീണ കാര്യത്തിലും പറയുകയില്ല. പിന്നെ എന്ത് പ്രതിരോധമായിരിക്കും ഇനി ഈ സർക്കാർ സ്വീകരിക്കുക? അല്ല രോഹിണി, നമ്മളൊരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ആരോഗ്യ രംഗത്തിൻ്റെ തകർച്ച അത് ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോൾ ആ മാധ്യമങ്ങളോട് വന്ന് പ്രതികരിച്ച സൂപ്രണ്ട് ഉണ്ടല്ലോ, അയാളുടെ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്ത് ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ കേട്ടിയിട്ടടിക്കണം കേരളത്തിലെ ജനങ്ങൾ. കാരണം ഒരു വിഷമവും ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹം പറയുകയാണ് അത് കാലപ്പഴക്കമുള്ള ബിൽഡിംഗ് ആയിരുന്നു, അത് വീഴുമെന്നറിയാമായിരുന്നു, പക്ഷെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. അങ്ങനെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ ഭാര്യേനെയും അമ്മേനെയും അച്ഛനെയും കൊണ്ടുപോയിട്ട് ആ കെട്ടിടത്തിൻ്റെ അടുത്ത് നിർത്താൻ അയാൾക്ക് തയ്യാറാകുമോ? നിങ്ങൾ എന്ത് മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് എന്ത് നീതികേടും കാണിക്കാൻ വന്നിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം? അയാൾക്കെതിരെയൊക്കെയാണ് കൃത്യമായിട്ടുള്ള ജനരോഷം ഉണ്ടാകേണ്ടതും നടപടികൾ ഉണ്ടാകേണ്ടതും. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ഇന്ന് ഹെൽത്ത് സെൻ്ററിൽ ശ്രീമതി വീണ ജോർജ്
അദ്ദേഹത്തിന് അവർക്ക് ദേഹാസ്വാസ്ഥ്യം വന്ന് അവർ കൊണ്ടുപോയി. ശ്രീ രോഹിണി, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ആ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കാൻ ആളുകളുണ്ടെന്നേ. അവർക്ക് ഡോക്ടർമാർ കൃത്യമായി മരുന്ന് നൽകും. സാധാരണക്കാരൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്നാൽ ഒരു കാപ്പലണ്ടി പൊതിയന കടലാസിൽ പോലും കാര്യങ്ങൾ എഴുതി കൊടുക്കൂലെന്ന് ഈ മെഡിക്കൽ കോളേജിൽ. ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം, അവിടുത്തെ ആളുകളുടെ ശൈലി കണ്ടാലുണ്ടല്ലോ നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഒന്നാം നമ്പർ കേരളം എന്ന് പറയുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങൾ കൃത്യമായി വാങ്ങിച്ചു വെച്ച് ഒരു പദ്ധതികളും നടപ്പിലാക്കാത്ത ആ രാഷ്ട്രീയം എന്താണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താണ് വീണ ജോർജിൻ്റെ പണി? എന്താണ് ആരോഗ്യമന്ത്രിയും അത് അവരുടെ കീഴിലുള്ള IAS ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും പണി? അവർക്ക് കൃത്യമായി കൈകാര്യം ചെയ്യണ്ടേ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നികുതി പണം എടുത്ത് അമേരിക്കയിൽ പോയി സുഖമായി അദ്ദേഹത്തിന് ചികിത്സിക്കാം, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് ചികിത്സിക്കാം, 21 ആളുകൾക്ക് ചികിത്സിക്കാം. കർക്കടം വരികയാണ്, ഒക്കെ സുഖചികിത്സയ്ക്ക് പോകാൻ വരിയായിട്ട് നിൽക്കുകയാണ്. കാരണം കാശ് നമ്മളെ പോലെയുള്ള പാവങ്ങളുടെ ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ പ്രയാസം ഉണ്ടാകില്ല. പക്ഷെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, കൃത്യമായ ഒരു ആരോഗ്യ ശൈലി ഉണ്ടാക്കാൻ, കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല? നമ്മളെ കേരളത്തിൽ ഒരു ചെറിയ രീതി, ഒന്നാം നമ്പർ ആരോഗ്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിലൊന്ന് കണ്ടു നോക്കൂ. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ സ്റ്റിച്ചിടാനായിട്ട് നൂലില്ല രോഹിണി. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ ഓപ്പറേഷൻ നടത്താനായിട്ട് കത്രികയുമില്ല, കത്തിയുമില്ല രോഹിണി. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ കാലൊടിഞ്ഞ് തന്നാലിടാൻ പ്ലാസ്റ്റർ ഇല്ല രോഹിണി. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിലെ മുറിവിനുള്ള മരുന്നില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിലെ കൃത്യമായിട്ടുള്ള ജീവൻ നിലനിർത്താനുള്ള ഓക്സിജൻ ഇല്ല. ഒന്നാം നമ്പർ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മരുന്നുകളില്ല, മെഡിക്കൽ സ്റ്റോറുകളിൽ. ഒന്നാം നമ്പർ ആരോഗ്യമുള്ള കേരളം എന്നിവർ പറയുന്ന സ്ഥലത്ത് ശുചിമുറിയില്ല കൃത്യമായിട്ട്. ഒന്നാം നമ്പർ ആരോഗ്യമുള്ള ഇവർ പറയുന്ന സ്ഥലത്ത് എക്സ്റേ പ്രവർത്തിക്കില്ല. ഒന്നാം നമ്പർ ആരോഗ്യം എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ സ്കാൻ സെന്ററുകൾ കൃത്യമായി പ്രവർത്തിക്കില്ല. ഒന്നാം നമ്പർ ആരോഗ്യമെന്ന് ഇവർ പറയുന്ന സ്ഥലത്ത് രോഗികൾക്ക് കിടക്കാൻ കിടക്കയില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളം എന്നിവർ പറയുന്ന സ്ഥലത്ത് പട്ടി കടിച്ച് ഓടിച്ചെന്നാൽ കുത്തിവെക്കാൻ മരുന്നില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളം എന്ന് ഇവർ പറയുന്ന സ്ഥലത്ത് കൃത്യമായി നോക്കാൻ ഡോക്ടർമാരില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ കൃത്യമായ നഴ്സുമാരില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ വീണാൽ ഓടിക്കൊണ്ടെത്തിക്കാൻ കൃത്യമായി ഓടുന്ന ആംബുലൻസുകളില്ല. ഒന്നാം നമ്പർ ആരോഗ്യ കേരളത്തിൽ ഒരു ആരോഗ്യവുമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ വൃക്കയുമായി വന്ന് ആംബുലൻസിന് അകത്ത് കാത്തിരിക്കേണ്ട ഒരു ഗതികേട് പോലും നമ്മൾ കണ്ടതാണ്. സമയക്കുറവുണ്ട്. ശ്രീജിത്ത് പണിക്കറിലേക്ക് ഒരു മിനിറ്റിൽ. ഒറ്റ മിനിറ്റ് രോഹിണി, ഒറ്റ മിനിറ്റ് എനിക്കിനി സമയം തരണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കോഴിക്കോടായിക്കോട്ടെ, തൃശ്ശൂരിലായിക്കോട്ടെ, കോട്ടയത്തായിക്കോട്ടെ, ഏത് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം അടക്കമെടുക്കുക, അവിടെയൊക്കെ നടത്തിയിട്ടുള്ള വിഷയങ്ങൾ ഐക്കമിട്ട് എണ്ണി നോക്കുക. പണ്ടൊരു കഫീൽ ഖാൻ എന്ന് പറയപ്പെടുന്ന ഒരു വിഷയം ഉത്തർപ്രദേശിൽ ഒരു തെമ്മാടി ഉണ്ടായിരുന്നു. അവിടെ കളവ് കേസ്, പെണ്ണ് കേസ്, മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരു ഡോക്ടർ, ഓൻ കാണിച്ചിട്ടുള്ള തെമ്മാടി തരത്തിൽ അവൻ പറഞ്ഞ നുണ സ്റ്റേറ്റ്മെന്റും തോളത്ത് കയറ്റി കാവടിയാടിയിരുന്ന വർഗമായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത്. ആ ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നാം നമ്പർ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് അവർക്ക് ആദ്യം തിരസ്കരിക്കേണ്ടി വന്നത്, എതിർക്കേണ്ടി വന്നത്, ഭീഷണിപ്പെടുത്തേണ്ടി വന്നത്? ഇന്നല്ലേ പിണറായി വിജയൻ ഗുരുതുല്യനും അച്ഛൻ തുല്യനൊക്കെ ആയത്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിനകത്ത് സാധാരണക്കാരെ പറ്റിക്കുക, വഞ്ചിക്കുക, ചതിക്കുക, അവരോട് നീതികേട് കാണിക്കുക എന്നുള്ളത് മുഖമുദ്രയാക്കിയിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിന്റെ ആരോഗ്യമില്ലാത്ത ആരോഗ്യ നയം, ആ സർക്കാരിന്റെ ജനദ്രോഹപരമായിട്ടുള്ള തീരുമാനങ്ങളെ കൃത്യമായി തെരുവിൽ നേരിടാൻ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ വീണ ജോർജുമാർ ഇവിടെ നീണാൽ വാഴും. അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളത് ഒരു സംശയം വേണ്ട, തെരുവിലുണ്ടാവും. വീണ ജോർജുമാരെ ഞങ്ങൾ തടയും. വീണ ജോർജുമാർ ദേഹാസ്വാസ്ഥ്യം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമല്ലോ, നമുക്ക് കാണാം. ശരി, ശ്രീജിത്ത് പണിക്കർ, എന്തായാലും കുറച്ച് സാങ്കേതിക പദങ്ങളുമൊക്കെയായി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പതിവ് പോലെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനയും ഒക്കെ ആയി ആരോഗ്യമന്ത്രി എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇനിയും ഇത്തരം ദുരന്തങ്ങൾ തന്നെയാണോ നമ്മളെ കാത്തിരിക്കുന്നത്? അതൊരു വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം അല്പം മുമ്പ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ. കാരണം ഇതൊരു കേവല ധാർമ്മികതയുടെ വിഷയമല്ല. ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ വീണ ജോർജിനോട് രാജിവെക്കാനായിട്ട് നമ്മൾ പറയുകയല്ല ഈ വിഷയത്തിലുള്ളത്. മറിച്ച് ഇത് അവരുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ, അവരുടെ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഴ്ചയെ തുടർന്നാണ് അവരോട് രാജിവെക്കാനായിട്ട് പറയുന്നത്. കാരണം ഈ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് 2012 തന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷമാണ് അതിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മന്ത്രി തന്നെയാണ് പറയുന്നത്.
അപ്പോൾ അവിടെ പാരലായിട്ട് മറ്റൊരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ അവിടെ നടക്കുമ്പോൾ അത് ഈ ബിൽഡിങ്ങിന്റെ റീപ്ലേസ്മെന്റ് ആണ് എന്നതിനെക്കുറിച്ച് മന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ബലക്ഷയമുള്ള ഒരു ബിൽഡിങ്ങിൽ പിന്നീടും എന്തിനാണ് അവരുടെ വാർഡ് ഉൾപ്പെടെയുള്ള പല സൗകര്യങ്ങളും അവിടെ തുടർന്നും പ്രവർത്തിച്ചത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. ആ ചോദ്യം നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഈ സൂപ്രണ്ടിനോട് മാത്രമാണോ ചോദിക്കേണ്ടത്? അല്ല, ആ ചോദ്യം ചോദിക്കേണ്ടത് ഈ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോടാണ്. അപ്പോൾ കിഫ്ബിയുടെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് വഴി ആൾക്കാർക്ക് നൽകുന്ന സൗകര്യത്തിന്റെ ക്രെഡിറ്റ് അടിക്കുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സേഫ്റ്റിയുടെ കൺസേൺ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൂടി മന്ത്രി തയ്യാറാകണം. അതെന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. രക്ഷാപ്രവർത്തനം ഇവിടെ വൈകിപ്പോയതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ രണ്ട് കാര്യത്തിലും പ്രാഥമികമായിട്ട് ധാർമ്മിക ഉത്തരവാദിത്തമല്ല, മറിച്ച് അവരുടെ കർത്തവ്യത്തിലുള്ള വീഴ്ചയെക്കുറിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മരുന്നില്ലാത്തതിൻ്റെ പേരിൽ, ഉപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ മാത്രമല്ല, ICUവിൽ ഒരു സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന യുവതി മാനഭംഗപ്പെട്ട കേസ് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്പർ 1 ആരോഗ്യ കേരളമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തത്തിന് നമ്മൾ ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത്? ഇതിന് മേനി നടിച്ചുകൊണ്ട് പലപ്പോഴും പറയുന്ന ഒരു വാക്യം വീണ ജോർജ് തന്നെ MLA ആയിരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. അതെ, അതിൽ തന്നെയാണ് നമുക്ക് നിർത്തേണ്ടത്. ആടി ഉലയുകയില്ല, കാരണം കപ്പിത്താനുമുണ്ട്, സ്തുതിപാഠകരുമുണ്ട്. അതുകൊണ്ട് അതങ്ങനെ നിൽക്കും. പക്ഷേ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കെട്ടിടങ്ങൾ ചിലപ്പോൾ ആടിയുലയും, നിലം പൊത്തും, അതിനുള്ളിൽ കിടന്ന് പാവപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ വരാതിരിക്കാൻ സാധാരണക്കാർ തന്നെ വിചാരിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അപ്പോഴും ശ്വാസം മുട്ടി പിടയുമ്പോഴും പുറത്തുനിന്ന് മന്ത്രിമാർ പറയുന്ന മുഖം മിനക്കലുകൾ കൂടി കേൾക്കേണ്ടി വരും എന്നുള്ള ദയനീയതയിലേക്കാണ് കേരളം നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.